എപ്പിസോഡ് നമ്പർ 1 നമ്മൾ ഇന്ന് സംസാരിക്കാൻ പോകുന്നത് ഫ്രീഡ മിക്ഫാഡിൻ്റെ വാരി ഡി എന്ന് പറയുന്ന സൈക്കോളജിക്കൽ ത്രില്ലറെ പറ്റിയാണ്. ഒരു പക്ക കിഡിലൻ എൻഗേജിംഗ് ആയിട്ടുള്ള ഒരു സൈക്കോളജിക്കൽ ത്രില്ലർ ബുക്കാണിത്. ഒരു മെഡ് സ്റ്റുഡൻറ്റ്, നമ്മുടെ നായികയുടെ പേര് എമി എന്നാണ്. ആൾ നൈറ്റ് ഷിഫ്റ്റിന് വേണ്ടിയാണ് വാരി ഡിയിലേക്ക് എത്തുന്നത്. വാരി ഡി എന്ന് പറഞ്ഞാൽ വട്ടത്തിലുള്ള ഒരു ഹോൾവേയാണ്. അതിന് ഒറ്റ ഒരു ഇലക്ട്രിക് ഡോർ മാത്രമാണ്. 6 ഡിജിറ്റുള്ള ഒരു പാസ്വേഡ്. അതറിയാവുന്ന ഡോക്ടറിനും നഴ്സിനും പിന്നെ ഷിഫ്റ്റിന് വരുന്ന 2 പിള്ളേർക്ക് മാത്രമായിരിക്കും. ആൻഡ് അറ്റ് 1 point of night the lead felt like ആളുടെ കൂടെ ഉണ്ടായിരുന്നവരെ കാണാണ്ടായതുപോലെ. ആൻഡ് ഷീ നോസ് സംതിങ് ഈസ് റോങ്. സ്റ്റോറി ടോക്സ് അബൌട്ട് ഡസ് ഷീ സർവൈവ്സ് ദ നൈറ്റ് ഓർ നോട്ട്. കഥ തുടങ്ങുന്നത് ഇവർക്ക് കിട്ടുന്ന ഒരു കോളിംഗ് ലെറ്റർ കാണിച്ചുകൊണ്ടാണ്. വാർഡിയിലേക്ക് ഇവിടെ ഇൻവൈറ്റ് ചെയ്തുകൊണ്ടുള്ള ഒരു ലെറ്റർ. അതിനകത്ത് പ്രത്യേകം പറയുന്നത് അറ്റൻഡിംഗ് ഫിസിഷ്യൻ ഡോക്ടർ ബെക്കായിരിക്കും. അതുപോലെ നിങ്ങൾ 2 കാര്യങ്ങൾ ശ്രദ്ധിക്കണം. നിങ്ങൾ ഒരിക്കലും പേഷ്യൻസിൻ്റെ അടുത്ത് നിങ്ങളുടെ പേഴ്സണൽ ഇൻഫർമേഷൻ ഷെയർ ചെയ്ത്, പ്രത്യേകിച്ച് നിങ്ങളുടെ ഹോം അഡ്രസ്, നിങ്ങൾ താമസിക്കുന്ന ലൊക്കേഷൻ. രണ്ടാമത്തെ, നിങ്ങൾ ഒരിക്കലും അവിടേക്ക് വരുമ്പോൾ ഷാർപ്പായിട്ടുള്ള ഒരു സാധനം കൊണ്ടുവരരുത്. പെണ്ണ് തൊട്ട് ഈവൻ ഒരു പേപ്പർ പിൻ പോലും അവിടേക്ക് കൊണ്ടുവരാൻ നിങ്ങൾക്ക് അനുവാദമുള്ളതല്ല എന്ന് പറഞ്ഞാൽ ഒരു ലെറ്റർ കിട്ടുന്നിടത്ത് കാണിച്ചുകൊണ്ടാണ് തുടങ്ങുന്നത്. ഇവിടെ ആകെ ഡിസ്റ്റർബ് ആയിരിക്കും. ഇവിടെ അപ്പോൾ വർക്ക് ചെയ്യുന്നത് ഡോക്ടർ സിൽവർ എന്ന് പറയുന്ന ഒരു സൈക്കാട്രിക് ഡോക്ടറിൻ്റെ അണ്ടറിലായിരിക്കും. 2 വീക്കായിട്ടുള്ളവരാണ് വർക്ക് ചെയ്യുന്നത്. ഇവിടെ സങ്കടം ഡോക്ടർ സിൽവറുമായിട്ട് സംസാരിക്കും. അപ്പോൾ പുള്ളിക്കാരൻ പറയും, നീ പേടിക്കാൻ വേണ്ടിയൊന്നുമില്ല, നല്ല എക്സ്പീരിയൻസ് ആയിരിക്കും, കുറേ കാര്യങ്ങൾ പഠിക്കാൻ പറ്റും. അതോടൊപ്പം ഇത്ര പേടിക്കാൻ മാത്രമൊന്നുമില്ല, അഥവാ നിനക്ക് അവിടെ ഇറങ്ങി പോകണം തോന്നിയാൽ നിനക്ക് 6 ഡിജിറ്റ് നമ്പർ ചെയ്യുന്നത് നിനക്ക് അറിയില്ല, എനിക്ക് എന്തും ഷുവറായിട്ട് അപ്പോൾ തന്നെ ഇറങ്ങി പോകാൻ പറയും. അപ്പം ഇവിടെ ഞാൻ ആലോചിക്കുകയാണ്, എനിക്ക് ഒരു മൊബൈൽ നമ്പർ ഉണ്ടെങ്കിൽ പോലും അത് ഓർത്തെടുക്കാൻ പാടാണ്. അപ്പോൾ ഞാൻ എങ്ങനെ ഇത് ഓർത്തെടുക്കും എന്നുള്ള കാര്യം ഇങ്ങനെ പറയാം. അപ്പം പുള്ളിക്കാരൻ പറയും, ഞാൻ അങ്ങനെ പേടിക്കൊന്നും വേണ്ട, നിന്റെ കൂടെ ആൾ കാണും, തന്നെ അല്ല അവിടെ പേഷ്യൻസ് മെഡിക്കേഷൻ ഉള്ളവർ, അവരങ്ങനെ അപകടകാരിയൊന്നുമല്ല എന്ന് പറയും. അപ്പോൾ ഇവിടെ ഇങ്ങനെ ആലോചിക്കും, അത്ര അപകടകാരികളെങ്കിൽ പിന്നെ എന്തിനെ 24/7 പൂട്ടിയിട്ടേക്കുന്ന ഒരു ഡോർ. പക്ഷേ ഇതൊന്നും അവളെ പേടിപ്പിക്കുന്നത്. അവിടെ ഇതിന് മുമ്പ് അവിടെ പോയിട്ടുണ്ട് അവളുടെ ബെസ്റ്റ് ഫ്രണ്ടിനെ കാണാൻ വേണ്ടി. അന്ന് നടന്ന സംഭവങ്ങളാണ് അവൾക്ക് ക്ലിയർ ആയിട്ട് ഇന്ന് ഓർമ്മയുണ്ട്. അവസാനം അവളുടെ ബെസ്റ്റ് ഫ്രണ്ട് ജെയ്ഡ് അവളോട് പറഞ്ഞ വാക്കുകൾ, ഞാനല്ല നീയാണ് ഇവിടെ കേട്ടത്. പിന്നെ നമ്മൾ റൂംമേറ്റ് ആയിട്ടുള്ള ഗ്യാബിയുടെ കാറിൽ ഇരുന്നായിട്ടായിരിക്കും അവർ ഹോസ്പിറ്റലിൽ പോകുന്നത്. ഗ്യാബി എന്ന് പറഞ്ഞാൽ വാർഡ് ഡിയിൽ 2 ആഴ്ചയായിട്ട് വർക്ക് ചെയ്യുന്ന ആളാണ്. അപ്പോൾ പുള്ളിക്കാരിങ്ങനെ പറഞ്ഞു കൊടുക്കുന്നത് പേടിക്കാനും വേണ്ടി മാത്രമൊന്നുമില്ല, പോവുക അവിടെ ചെല്ലുക. പക്ഷേ ഒരു കാര്യമുണ്ട്, അവിടെ മൊബൈലിന് റേഞ്ച് കിട്ടില്ല. ഒരു കട്ടെങ്കിലും കിട്ടണമെങ്കിൽ വിൻഡോയുടെ സൈഡിൽ നിന്ന് മൊബൈൽ കൊണ്ടുവച്ചാൽ എനിക്ക് ഒരു കട്ടെങ്കിലും കിട്ടുമെന്ന് പറയും. ഇവളിങ്ങനെ തിരിഞ്ഞൊരു വല്ലാത്ത നോട്ടം നോക്കും. ഇത്ര നാൾ എൻ്റെ കൂടെ ഇവർ ഇപ്പോഴാണ് ഒരു തെണ്ടി എൻ്റെ ഇത് പറയുന്നുള്ള രീതിയിൽ ഇങ്ങനെ നോക്കും. അവളൊന്നും വേണ്ടില്ല, എനിക്കറിയാം നിനക്ക് അവിടെ പോകാൻ പേടിയാണ്, പക്ഷേ ഇത്ര മാത്രം പേടിക്കാൻ എന്താ ഉള്ളത്, അവിടെ അത്ര പേടിക്കൊന്നും ഇല്ല എന്ന് പറയും. അപ്പോൾ എമി ഇങ്ങനെ വല്ലാത്തൊരു ചിരിച്ചിട്ട് അവൾ പറയും, ഇനി നാളെ അവർ എനിക്ക് വട്ടെന്ന് പറഞ്ഞ് മാറി എന്നെ അവിടെ അടച്ചിട്ടാലോ എന്ന് പറഞ്ഞ് നോക്കും. ഗ്യാബി ഇങ്ങനെ അവൾ സൂക്ഷിച്ച് നോക്കും. പിന്നെ പെട്ടെന്നൊരു പൊട്ടിച്ചിരിക്കും. അങ്ങനെ ഒരു ഹോസ്പിറ്റലിൽ അവിടെ എത്തും. അവൾ ഇറങ്ങും. ഹോസ്പിറ്റലിന് മുമ്പിൽ ചെന്നിട്ട് അവൾ ഇങ്ങനെ നോക്കി മുകളോട്ട് നോക്കും. അപ്പം എന്താ സിറ്റിയുടെ ഒത്ത നടുക്കുള്ള 15 നിലയുള്ള ഒരു ഹോസ്പിറ്റൽ, അതിൻ്റെ 9ാമത്തെ നിലയിലാണ് വാരി ഡി ഉള്ളത്. പറഞ്ഞ പോലെ തന്നെ ഇതിങ്ങനെ വട്ടത്തിലുള്ളൊരു ഹോൾവേ ആണ്. അതിനൊറ്റ ഡോറായിരിക്കും, ഒരു ഇലക്ട്രിക് ഡോർ. ഇങ്ങനെ ഒരു ഫ്ലാഷ് ബാക്ക് കാണിക്കുന്നത്. ഇവിടെ ഒരു ക്ലോത്ത് സ്റ്റോറി നിൽക്കുമായിരിക്കും. ഇവിടെ കയ്യിൽ ഒരു പിങ്ക് ഗ്ലിറ്ററി സ്വെറ്ററാണ്. ഇവളിങ്ങനെ അതിൻ്റെ വില നോക്കി ഇങ്ങനെ നെടുവീർപ്പിട്ടുകൊണ്ടിരിക്കുന്നത്. കാരണം നമുക്ക് അത് അഫോർഡബിൾ ആയിട്ടുള്ള റേറ്റ് അല്ല. അപ്പോൾ ഇങ്ങനെ ആ ക്ലോത്ത് സ്റ്റോറി തന്നെ ഒരു പിങ്ക് സ്വെറ്റർ ഇട്ട കുട്ടീനെ കാണും. ഒരു ഗ്യാപ്പ് ടൂത്തൊക്കെ ഉള്ള ഇങ്ങനെ കുഞ്ഞു പല്ല് പോയ ആ ഗ്യാപ്പിലൂടെ ഇങ്ങനെ നോക്കി ചിരിക്കത്തില്ലേ, അങ്ങനെ നോക്കി ചിരിച്ചുകൊണ്ടിരിക്കുകയായിരിക്കും. എന്നിട്ട് അടുത്ത ശേഷം എൻ്റെ ചേച്ചി എന്ന് ചോദിക്കുമ്പോൾ അവൾ പറയും, എനിക്കിത് മേടിക്കാൻ പറ്റത്തില്ല, എനിക്കത് പൈസ. കുഞ്ഞിപ്പെണ്ണ് പറയും, എല്ലാ സാധനം നമ്മുടെ കയ്യിലാവാൻ നമുക്ക് അങ്ങനെ മേടിക്കണമെന്നില്ല എന്ന് പറയും. പക്ഷേ അവളത് മൈൻഡ് ആക്കൂല. ഇവിടെ കയ്യിൽ പൈസ ഇല്ലാത്ത ഒരു ടീഷർട്ട് മേടിച്ചിട്ട് അവളെ കൂടെ ചെയ്ത് കാണും. അവർ 2 കൂടെ മേടിക്കുന്നത്. പക്ഷേ ഇവർ ആ എക്സിറ്റിന് അവിടെ എത്തുമ്പോഴത്തേന് അലാമിൻ്റെ ബീപ്പ് അടിക്കും. ഇത് പെട്ടെന്ന് കിട്ടും, ഞാൻ ആ സാധനം എടുത്തിട്ടില്ല, പിന്നെ എന്താ ഇങ്ങനെ വന്ന് ഇങ്ങനെ നിൽക്കുമ്പോൾ ജെയ്ഡ് ഇവളെ വലിച്ചെടുത്ത് തുടങ്ങും. ഇവർ ഓടി ഒരു സ്ഥലത്ത് താട്ടെടുത്ത് വന്ന് നിൽക്കും. അന്നേരം ഇപ്പോൾ ഞാൻ ചോദിക്കാൻ എന്ത് പറ്റി ചെയ്തെന്ന് ചോദിക്കുമ്പോൾ പറയും, ഞാൻ എൻ്റെ സാധനം അവിടെ നിർത്തുന്നത് പറയും. അന്നേരത്തേന് അവളെ വഴക്ക് പറയും. അന്നേരം ജെയ്ഡ് ഇപ്പോൾ പറയും, ഇപ്പം എന്താ എന്നെ അത് പിടിച്ചതില്ല, എനിക്ക് ആ സാധനം കിട്ടും, ഞങ്ങൾക്ക് വേണമെങ്കിൽ ആ പിങ്ക് സ്വെറ്റർ എടുക്കാറില്ല, ഞാൻ കണ്ട് നീ അതൊന്ന് പിടിച്ചിങ്ങനെ ഇരിക്കുന്നത്. അന്നേരം അവൾ ഇങ്ങനെ പറയും, എൻ്റെ അടുത്ത് ലിറ്റിൽ ഗേൾ പറഞ്ഞത് അത് എടുക്കാമെന്ന് ഇങ്ങനെ പറയും. അപ്പം അവളിങ്ങനെ ജെയ്ഡ് ഇങ്ങനെ നോക്കി പറയും, ഏത് പെണ്ണ്, അവിടെ കുഞ്ഞുമക്കളാരും ഇല്ലായിരുന്നല്ലോ എന്ന് പറഞ്ഞാൽ ഇങ്ങനെ നോക്കും. ബാക്ക് ടു ദ പ്രസന്റ്, അവൾ ലിഫ്റ്റ് കയറി വാരി ഡിയുടെ ഫ്രണ്ടിലോട്ട് വരും. അവിടെ നിൽക്കുന്ന ആളെ കണ്ടവൾ ഞെട്ടിപ്പോവും. അവളെ എക്സ് ബോയ് ഫ്രണ്ട് ക്യാമറോൺ. ഇവിടെ ചെല്ലുമ്പോഴത്തേനും അവൻ ഭയങ്കര എക്സൈറ്റഡ് ആയിട്ട് ഇവിടെ വന്നിട്ട് ഇങ്ങനെ ചോദിക്കും, ഹേ ഹൗ ആർ യു എന്നൊക്കെ പറഞ്ഞ് ചോദിക്കും. ഇവിടെ ചോദിക്കും സ്റ്റീഫൻ എവിടെയെന്ന് പറഞ്ഞ് ചോദിക്കും. കാരണം അന്ന് വരേണ്ടിയിരുന്ന സ്റ്റീഫനെയാണ്. പകരം പുള്ളിക്കാരൻ വന്നത്. പുള്ളിക്കാരൻ പറയും, ഇല്ല സ്റ്റീഫൻ എൻ്റെ അടുത്ത് എക്സ്ചേഞ്ച് ചെയ്യാമെന്ന് ചോദിച്ചു. അങ്ങനെയാണ് ഞങ്ങൾ പറഞ്ഞത്. അപ്പോൾ തന്നെ ഡോക്ടർ ബെക്കും അന്നത്തെ അസിസ്റ്റന്റ് ആയിട്ടുള്ള റമോണ നമുക്ക് പറയാനുള്ളത്. എന്നിട്ട് അവർ എൻ്റെ തമ്മിൽ ഇൻട്രൊഡ്യൂസ് ചെയ്യും. എന്നിട്ട് അകത്ത് കയറും. ആദ്യം തന്നെ ഡോക്ടർ ബെക്ക് അവർ പറഞ്ഞു കൊടുക്കുന്ന പാസ്വേഡാണ്. ഇതിൻ്റെ പാസ്വേഡ് 63736 എന്ന നമ്പറാണെന്ന് പറഞ്ഞാൽ പറഞ്ഞു കൊടുക്കും. അപ്പോൾ തന്നെ എന്താ ഈ ഫോണിനകത്ത് നോട്ട്സിനകത്ത് അത് നോട്ട് ചെയ്ത് വെക്കും. കാരണം ഇവർക്ക് അങ്ങനെ മെമ്മറിയിൽ എപ്പോഴും നമ്പേഴ്സ് പെട്ടെന്ന് മറന്നു കൊടുത്തില്ല. അപ്പോൾ എന്താ ഡോക്ടർ ബെക്ക് പറഞ്ഞതാണ്, ഇതിങ്ങനെ തുറക്കാൻ നേരത്ത് നല്ല സൗണ്ടിലായിരിക്കും തുറക്കുന്നത്. ഈ റൂം ഫുൾ അത് കേൾക്കും. ആൻഡ് ഇതിനകത്ത് റോങ് ആയിട്ടുള്ള പാസ്വേഡ് അടിക്കുന്നെങ്കിൽ ഒരു ബസ് സൗണ്ട് മാത്രമേ അതിനകത്ത് കേൾക്കും എന്ന് പറഞ്ഞു കൊടുക്കും. അവർ ഇതും പറഞ്ഞുകൊണ്ട് തിരിയുമ്പോഴുണ്ട് അവിടെ ഒരു ഗടാഗടി ആയിട്ടുള്ള ഒരാൾ 4 ഷർട്ടും കണ്ട് ഒന്നായിട്ട് ഇട്ടിട്ടുണ്ട്, ഫുൾ വിയർപ്പിൽ ചനിക്കുന്നത്. അപ്പോൾ ഡോക്ടർക്ക് ആദ്യം ഇട്ടെങ്കിലും പറഞ്ഞു കൊടുക്കുന്നത് ദിസ് മിഠായി എന്ന് പറഞ്ഞാൽ പറയും. അന്നേരം പുള്ളിക്കാരൻ ഇങ്ങനെ വന്നിട്ട് പറയും, എൻ്റെ അച്ഛൻ എന്ന് പറഞ്ഞിട്ടുണ്ട്, എന്നെ ഇവിടുന്ന് പുറത്ത് വിടണമെന്ന് പറഞ്ഞിട്ടുണ്ട്, എന്നെ പുറത്ത് വിടാവോ ഡോക്ടറെ എന്ന് പറഞ്ഞാൽ ചോദിക്കും. അപ്പോൾ ഡോക്ടർ പറയും, ഇന്നത്തേക്ക് സമാധാനിക്കുക, നമുക്ക് നാളെ എന്തെങ്കിലും ആലോചിക്കാൻ, ഞാൻ നാളെ ആലോചിക്കട്ടെ എന്നിട്ട് പറയാൻ പറഞ്ഞാൽ സമാധാനിച്ച് പറഞ്ഞു. എന്നിട്ട് ഇങ്ങനെ ഈ പിള്ളേർക്ക് പറഞ്ഞു കൊടുക്കും, ഇത് മിഠായിലാണ്. മിഠായിൻ്റെ അസുഖം എന്ന് പറഞ്ഞാൽ അവൻ ഇങ്ങനെ ദൈവത്തെയാണ് അപ്പനായിട്ട് കാണുന്നത്. അപ്പം ഇങ്ങനെ ഇന്നത് പറഞ്ഞു ഓരോ ദിവസം വരുന്നത് പറഞ്ഞ് പേടിക്കുന്ന വേണ്ട ഒരു കുഴപ്പമില്ല എന്ന് പറഞ്ഞാൽ അവരെ സമാധാനിപ്പിച്ചിട്ട് ഓരോ കാര്യങ്ങളായിട്ട് കാണിക്കും. പേഷ്യൻസിൻ്റെ റൂം ആദ്യമായിരിക്കും കാണിക്കുന്നത്. ഇങ്ങനെ ഇവർ പോകുന്ന ഹോൾവേയിൽ 2 സൈഡിലായിട്ട് ആയിരിക്കും പേഷ്യൻ്റെ റൂം വരുന്നത്. ഒരു റൂം അങ്ങനെ ലോക്ഡ് ആയിട്ടുള്ള റൂമല്ല, ആകെ ഇവിടെ ലോക്ഡ് ആയിട്ടുള്ള റൂം, അങ്ങേയറ്റുള്ള 2 സെക്യൂഷൻ റൂം, 2 നമ്പർ ലോക്കും. ഡോക്ടർ ഇപ്പോൾ പറയും, അത് റൂം ഫിൽഡാണ്, ഇന്ന് വൈകിട്ടാണ് ആൾ ഷിഫ്റ്റ് ചെയ്ത്, ആൾ പേര് ഡേമൻ സോയറാണ്, ആൾ നല്ല ഡേഞ്ചറസ് ആണ്, അപ്പോൾ നിങ്ങൾ അങ്ങോട്ട് പോയേ വേണ്ടെന്ന് പറയും. അപ്പോൾ എമി ഇങ്ങനെ ചോദിക്കും, ആളിങ്ങനെ പുറത്തിറങ്ങിയാലോ, നമ്മളെങ്ങനെ അറിയാം? എന്നിട്ട് ഡോക്ടർ പറയും, അതിന് ഒട്ടും ചാൻസ് ഇല്ലാത്ത, നിങ്ങൾ അവരെ തുറന്നിടാത്ത പക്ഷം അവർ പുറത്തിറങ്ങില്ല എന്നിങ്ങനെ പറഞ്ഞിട്ട് അവർ നേരെ നടക്കും. പിന്നെ ഡോക്ടർ ഇങ്ങനെ പറയും, നിങ്ങൾക്ക് 2 പേർക്ക് ഒരു പണിയുള്ളൂ, നഴ്സസ് റൂമിൽ ചെല്ലുക, അവിടെ കുറേ ഫയൽസ് ഉണ്ട്, ഇവിടെ എല്ലാ പേഷ്യൻസിൻ്റെ ഫയലുണ്ട്, നിങ്ങളത് എടുക്കുക, എന്നിട്ട് ആരെയാണ് ഇൻ്റർവ്യൂ ചെയ്യേണ്ടതെന്ന് വെച്ചാൽ അവർ ഇൻ്റർവ്യൂ ചെയ്യുക, ഡീറ്റെയിൽസ് എടുക്കുക, എന്നിട്ട് പറയാം, അത്ര മാത്രം നിങ്ങൾ ചെയ്താൽ മതി എന്ന് പറയും. എത്രത്തോളം ആൾക്കാരെ നിങ്ങൾ കാണുന്നു അത്രത്തോളം നിങ്ങൾക്ക് കൂടുതൽ പഠിക്കാൻ പറ്റും എന്നിങ്ങനെ പറഞ്ഞിട്ട് ഡോക്ടർക്ക് പോകും. ഇവർ നഴ്സസ് റൂമിൻ്റെ അടുത്തോട് നടക്കും. ആ പാർട്ടിലുള്ള എല്ലാ പേഷ്യൻസിൻ്റെ കേസ് ഫയൽസ് അവിടെ ഞാൻ റൂം നമ്പർ അനുസരിച്ച് അടുക്കി വെച്ചിട്ടുണ്ട്. അപ്പോൾ കണ്ണ് ആദ്യം പോകുന്ന ഒരു പേരിലോട്ട് ജെയ്ഡ് കാർപ്പൻ്റർ. അവിടെ നേരെ ഒരു ഫ്ലാഷ് ബാക്കാണ്. അവളിങ്ങനെ പഠിക്കാൻ വേണ്ടി ജെയ്ഡിൻ്റെ വീട്ടിൽ പോകുന്നു. അവൾ അമ്മ എന്തോ ഡ്രഗ് അടിച്ചിട്ട് കയറി വരുന്നു. ആശ്രയൊക്കെ എടുത്ത് താഴെ എറിയുന്നു. ജെയ്ഡിൻ്റെ അടുത്താണ് ചോദിക്കുന്നത്, എൻ്റെ മരുന്ന് എവിടെ? അവിടെ നിന്ന് കണ്ടിട്ട് പെട്ടെന്ന് എമി അറിഞ്ഞു പോരാണ്. അന്നേരം ജെയ്ഡിനെ പുറകെ വന്നിട്ട് പറയണം, അമ്മയുടെ ആർക്കും പറയില്ല, എനിക്ക് അമ്മയുടെ പോയി ആരുമില്ല എന്നിങ്ങനെ പറഞ്ഞ ജെയ്ഡിൻ്റെ അടുത്ത് എമീൻ്റെ അടുത്ത് ഇങ്ങനെ പറയാം. അപ്പോൾ എമി പറയും, പറഞ്ഞേ പറ്റൂ, നീ ഇങ്ങനെ അവസ്ഥ എങ്ങനെ ജീവിക്കുന്നതെന്ന് പറഞ്ഞ് ജെയ്ഡിൻ്റെ അടുത്ത് ചോദിക്കുന്നു. അവിടെ പോകുന്നു. ക്യാമറോൻ്റെ സൗണ്ട് ഇട്ടിട്ടാണ് എമി തിരിച്ചു വരുന്നത്. ക്യാമറ ഇങ്ങനെ പറയണം, എനിക്ക് ഇഷ്ടമുള്ള എടുത്തോ, ഏതാണെന്ന് വെച്ചാൽ എടുത്തോ എന്ന് പറയും.
ക്യാമറോണിൽ പറയുന്നത് പണ്ട് ഞാനൊരു ജെന്റിൽമാൻ അല്ലായിരുന്നു, നീ എടുത്തോ ലേഡീസ് ഫസ്റ്റ് എന്ന് പറഞ്ഞാൽ നിൽക്കുമ്പോഴായിരിക്കും പുറകെ നിന്ന് സൗണ്ട് ഇരിക്കുന്നത്. എന്നെ ഗോ വെബ് എന്ന് പറഞ്ഞ് സ്പൈഡർമാൻ്റെ പോസ് ഇട്ട് സ്പൈഡർമാൻ ഉടുപ്പിട്ട് ഒരു പേഷ്യൻ്റ് ആണ് തോന്നുന്നത്, കയ്യിൽ ഇങ്ങനെ വൈറ്റ് ബാൻഡ് ഉണ്ട്. അപ്പം റയോൺ എന്ന് പറയും അത് ഞങ്ങളുടെ സ്പൈഡർ ഡാൻ ആണ്, പുള്ളിക്കാരൻ ഷിസോഫ്രീനിക് ആണ് ആൻഡ് പുള്ളിക്കാരൻ ഇങ്ങനെ സ്പൈഡർമാൻ ആണെന്ന് വിചാരിക്കുന്നത് എന്ന് പറഞ്ഞാൽ പറയും. അപ്പോഴത്തേക്ക് ഈ ഇവളെ കൂടെ വന്നില്ലേ എക്സ് ബോയ് ഫ്രണ്ട് ക്യാമറ ഓടിച്ച് നമ്മുടെ ഫയൽ എടുത്തിട്ട് എനിക്കിത് മതി പറഞ്ഞു ഇവൻ്റെ റൂമിലോട്ട് പോകും. അത് കണ്ടത് ഇവിടെ ആലോചിച്ച് ചെയ്തോ ജെന്റിൽമാൻ പോകുന്നു പറഞ്ഞാൽ ആലോചിക്കും. ഇവിടെ ഇങ്ങനെ അവിടെ നോക്കുമ്പോൾ ഇങ്ങനൊരു ഫയലാണ്, ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ള ഫയൽ. ആളെ പേര് വില്യനായിരിക്കും. ആൾ അസുഖം എന്ന് പറഞ്ഞാൽ ആൾ ഇങ്ങനെ ഇല്യൂഷൻ കേൾക്കാണ്. ആളുടെ അടുത്ത് ഇങ്ങനെ മനസ്സിലിരുന്ന ആരും ഇങ്ങനെ പറയുകയാണ്, കാണുന്നവരെ കൊല്ലാൻ വേണ്ടി പറയുന്ന വോയിസ് കേൾക്കുന്ന ഒരു പേഷ്യൻ്റ്. ആളെ കാണാൻ വേണ്ടി എമി പോവാണ്. എമി അവിടെ എനിക്ക് 912 പോകുമായിരിക്കും. അപ്പോൾ ആ വൈക്കാണ് 906 റൂമുള്ള ആ റൂമുള്ള പേഷ്യൻ്റാണ് നേരത്തെ ശ്രദ്ധിച്ച ഒരു അമ്മയാണ്, ഫുള്ള് മുടി നരച്ച ഒരു അമ്മ. ഇവിടെ കണ്ടിട്ട് അമ്മയുടെ തലക്ക് നോക്കിയിട്ട് നമ്മളെ പേരെന്താ എവിടെ നിന്നൊക്കെ പറഞ്ഞാൽ ചോദിക്കും. അവൾ പറയും എൻ്റെ പേര് എമീന, എൻ്റെ അമ്മയുടെ പേര് എന്ന് പറയുമ്പോൾ അവർ പറയും മേരി കമ്മിങ്ടൺ എൻ്റെ പേര് എന്ന് പറയും. പിന്നെ ഹൈ ഹലോ പറഞ്ഞിട്ട് ഇവിടെ 912 നടക്കും. വില്യത്തിന് ആദ്യം കാണുമ്പോൾ ശരിക്കും അവൾ പ്രതീക്ഷ ഒരാളായിരിക്കത്തില്ല വില്യം എന്ന് പറഞ്ഞാൽ. ഒരു അത്യാവശ്യം ചെറുപ്പക്കാരനായിട്ടുള്ള ബെഡിന് സൈഡിൽ ബുക്ക് വായിക്കും, അതും അവളെ ഫേവറേറ്റ് ബുക്ക്. അപ്പോൾ ഇങ്ങനെ അവളെ തന്നെ ഓർമ്മിക്കുന്നത് ഒരു മെൻ്റൽ അസൈലമാണ് എന്ന് പറഞ്ഞാൽ ഓർമ്മിച്ചിട്ട് അങ്ങനെ കയറുന്നത്. എന്നിട്ട് അവിടെ ചെറിയ പേഷ്യൻറ്റിൻ്റെ ഡീറ്റെയിൽസ് എടുക്കും, ഇങ്ങനെ സാധാ കാര്യങ്ങൾ എന്നാ തുടങ്ങിയത്, എന്ന് തൊട്ടാ തുടങ്ങിയത്, ഇപ്പോൾ കേൾക്കുന്നുണ്ടോ എന്നൊക്കെ പറഞ്ഞാൽ ചോദിക്കും. അപ്പോൾ അങ്ങനെ ചോദിക്കും എന്താ നിന്നെ ഇപ്പോൾ കൊല്ലം എൻ്റെ ചെവിയിൽ ഇങ്ങനെ കേൾക്കുന്നുണ്ടോ എന്ന് ചോദിക്കുന്നത്. സ്റ്റക്കായി ദൈവമേ എന്നോ. പക്ഷേ എന്താ ആൾ ചോദിക്കും മെഡിക്കേഷൻസ് കൊണ്ട് മാറ്റം വരുന്നുണ്ടോ എന്ന് ചോദിക്കണേ എന്ന് പറയും. ഞാൻ പറയും ഇപ്പോൾ എനിക്ക് അവരെ കേൾക്കില്ല എന്ന് പറയും. എന്നാലും അവർക്ക് കള്ളം പറയുന്നത് തോന്നുന്നത്. പിന്നെ കുറച്ച് നേരത്തേക്ക് അവൾ ഇങ്ങനെ ബുക്കിൻ്റെ കാര്യം ഓവർ നിയർ വായിക്കലുണ്ടോ, എനിക്ക് ഭയങ്കര ഇഷ്ടമുള്ള ബുക്ക് എന്നൊക്കെ പറഞ്ഞ് പറയും. എന്നിട്ട് അവൻ ഇങ്ങനെ പറയും നീ വായിക്കലുണ്ട് എന്നൊക്കെ പറഞ്ഞാൽ അവരിങ്ങനെ കുറച്ച് നേരം സംസാരിക്കും. പക്ഷേ ആ ഒരു സമയം തന്നെ അവർക്ക് ഭയങ്കര ഒരു ഡിഫറൻറ്റ് ആയിട്ട് തോന്നും. ആ ഒരു കുറച്ച് സമയത്തേക്ക് അവൻ സത്യം പറഞ്ഞ് നോക്കുന്നത്. എന്നിട്ട് ഇങ്ങനെ സംസാരിച്ചിട്ട് അവൾ ഇറങ്ങിപ്പോരും. എന്നിട്ട് അവൾ എന്താണ് നഴ്സ് റൂമിലോട്ടായിരിക്കും നടക്കുന്നത്. ഈ പോകുന്ന വഴിയിലായിരിക്കും സെക്ലൂഷൻ റൂമുള്ള അവിടെ നഗത്ത് നല്ല സൗണ്ട് കേൾക്കുന്നുണ്ട്. ഇവിടെ കാലിനെ കൂടെ നമ്മൾ തുറന്നു വിടുന്ന രീതിയിൽ ഇങ്ങനെ ഭയങ്കര രീതിയിൽ സൗണ്ട് കേൾക്കുന്നത്. അത് കേട്ടുള്ള പേടിച്ച് പുറത്ത് മാറും പുറയിലാണ് നിൽക്കുന്നവർക്ക് തോന്നും. ജെയ്ഡ് കുറേ വർഷങ്ങൾക്ക് ശേഷം അവളെ ബസ് സ്റ്റാൻഡിൽ അവളെ കണ്ട് ബൈപ്പോളർ ഡിസോർഡറിൻ്റെ പേരിൽ അകത്തായ അവൾ ഇപ്പോഴും അവൾ എന്ത് ചെയ്യാമെന്ന് അവൾക്ക് ഇപ്പോഴും മനസ്സിലാവുന്നില്ല. ജെയ്ഡ് ഇവിടെ കണ്ട് സാധാരണ പോലെ സന്തോഷത്തോടാണ് സംസാരിക്കുന്നത്. പക്ഷേ ഇവൾ അതല്ല ജെയ്ഡുമായിട്ട് ആദ്യം കാണുമ്പോൾ പ്രതീക്ഷിച്ച ഒരു എക്സ്പ്രഷൻ, അല്ലെങ്കിൽ അവളിൽ നിന്ന് പ്രതീക്ഷിച്ചതല്ല. പിന്നെ അവളൊരു ഹായ് ബൈ പറഞ്ഞ് അവൾ നഴ്സ് റൂമിലോട്ട് നടക്കുക. അവിടെ വരുമ്പോൾ ക്യാമറ അവിടെ ഡോക്ടർ ബിക്ക് അവിടെ ഇവളുണ്ട്. എന്നിട്ട് ഡോക്ടർ ബിക്ക് ക്യാമറ ചോദിക്കും എങ്ങനെ ഉണ്ടായിരുന്നു മീറ്റിംഗ് എന്നൊക്കെ പറഞ്ഞാൽ ചോദിക്കും. എന്നിട്ട് ക്യാമറ പറയും ഞാൻ കണ്ടത് സ്പൈഡർ ഡാനിയാണ്. അന്നേരം ഡോക്ടർ പറയും ആൾ ഡിഫറെൻറ്റ് പേഴ്സണാലിറ്റി ഷിസോഫ്രീനിയാൻ്റെ ഒരു ബേസിക് ഒരു കോമൺ എക്സാമ്പിളാണ് സ്പൈഡർ ഡാൻ എന്ന് പറയുന്നത് എന്നൊക്കെ പറഞ്ഞാൽ അല്ലെങ്കിൽ അതിൻ്റെ കാര്യം സംസാരിക്കും. അപ്പോൾ എമി ഇങ്ങനെ ആലോചിക്കുക ക്യാമറയെ കണ്ടുപിടിച്ച സമയം ആളായി പഠിക്കാനുള്ള തൊരയും എനർജിയൊക്കെ അവൾക്ക് ഭയങ്കര അട്രാക്ട് ചെയ്യുന്ന ഒരു ഫാക്ടറായിരുന്നു. അറൗണ്ട് അവളെ ഈ പഠിക്കാനുള്ള സ്ട്രെസ് കാരണം സമയമില്ല എന്ന് പറഞ്ഞ് ഡംപ് ചെയ്യുന്നവർ. ഡോക്ടർ ബിക്കിനെ സൗണ്ട് ഇട്ട് ഈ തോട്ടിനൊക്കെ പുറത്ത് വരണം. എന്നിട്ട് അവളിങ്ങനെ പറയും എൻ്റെ പേഷ്യൻ്റ് ഒരു പാരനോയിക് ആയിട്ടുള്ള ഷിസോഫ്രീനിയൊക്കെ ഞാൻ കണ്ടത് വില്യത്തിനെയാണെന്നൊക്കെ അവനെ പറയുന്നത്. എന്നിട്ട് അവളിങ്ങനെ മനസ്സിലാക്കണം സാധാരണ ഷിസോഫ്രീനിക് ആയിട്ടുള്ള ആൾക്കാരെ കണ്ണു നോക്കി സംസാരിക്കില്ല, പക്ഷേ നല്ല ഐ കോൺടാക്ട് കൊടുത്താണ് സംസാരിക്കണം. തന്നെ ഈ പുള്ളിക്കാരനെ പറ്റി ഇവർക്ക് നല്ല റോങ് അടിക്കുന്നുണ്ട്. അവൾ പക്ഷേ അതൊന്നും പറയുന്നില്ല. അപ്പോൾ ഡോക്ടർ ഇങ്ങനെ പറയുന്നത് നിങ്ങൾ പോയി സ്പൈഡർ ഡാൻ എന്ന് കണ്ടുവെക്ക്, നല്ലതായിരിക്കും, നല്ല എക്സ്പീരിയൻസ് ആയിരിക്കും ഞാൻ പറയുന്നത്. അപ്പോൾ അവളും ക്യാമറ ഇവിടെ കൂടെ പോകും. എന്നിട്ട് അവരുടെ കൂടി സ്പൈഡർ ഡാനെ കാണുമ്പോൾ സ്പൈഡർ ഡാൻ്റെ പ്രശ്നം എന്താണെന്ന് വെച്ചാൽ പുള്ളിക്കാരൻ ഈ വെബ് വിടുന്നത് മുള്ളാൻ പോകുന്നത് നമ്മൾ കണക്ട് ചെയ്ത് വെച്ചേക്കും. അപ്പോൾ എന്താ വെബ് മുള്ളാൻ പോകുന്നതിൻ്റെ അടുത്ത് ചെന്ന് വെബ് വിടുന്നത് ആക്കും, അത് ഫുൾ മിസ്സാവും. അങ്ങനെ ഇവന് ഈ മുള്ളാൻ പോകുന്നത് തടയാൻ വേണ്ടിയുള്ള മരുന്ന് കൊടുത്തിട്ടുണ്ടെന്ന് ഇങ്ങനെ ക്യാമറ ഇങ്ങനെ പറയണം. സ്പൈഡർ ഡാൻ സംസാരിക്കുമ്പോൾ ഫുൾ ഇല്യൂഷനിസ്റ്റിക് ആയിട്ട് സംസാരിക്കണം. പുള്ളിക്കാരൻ എനിക്ക് ഇങ്ങനെ ഡേഞ്ചർ വരുമ്പോൾ സെൻസ് ചെയ്യാൻ പറ്റും, ഇന്നൊരു ഡേഞ്ചർ വരുന്നുണ്ട്, ഇന്ന് ഡയമണ്ട്സ് വരെ പുറത്തിറങ്ങും, ഇന്ന് എല്ലാം കൊല്ലും പറഞ്ഞിരിക്കുന്നു എന്നിങ്ങനെ അവൻ പറയും. അത് കേൾക്കുമ്പോൾ ക്യാമറ ഞെട്ടും ഇവള് ക്യാമറ നോക്കുമ്പോൾ മനസ്സിലാവും സ്പൈഡർ ഡാൻ നേരത്തെ പറഞ്ഞിട്ടില്ല. ആൻഡ് ഡയമണ്ട്സ് വെയർ ഹീസ് ഇൻ ദ സെക്ലൂഷൻ റൂം. അവിടെ നിന്ന് ക്യാമറ ഇങ്ങോട്ട് പോകുന്ന പേഷ്യൻ ലോഞ്ചിലോട്ട് അവരിങ്ങനെ ഇരുന്ന് സംസാരിക്കും. അപ്പോൾ ക്യാമറ ഇങ്ങനെ പറയും എനിക്ക് റിഗ്രറ്റ് ഉണ്ടാകുന്ന പറയുമ്പോൾ അവൾ പറയും എനിക്ക് അങ്ങനെ റിഗ്രറ്റ് തോന്നുന്നില്ല, കാരണം നമ്മൾ കല്യാണം എന്തായാലും കഴിക്കത്തില്ല, അപ്പോൾ എങ്ങനെ പിരിഞ്ഞാലും പിരിഞ്ഞത് കാര്യമായി ഞാൻ വിചാരിക്കാറുള്ളൂ എന്ന് പറയും. പക്ഷേ ഉള്ളിൽ നല്ല വിഷമമുണ്ട്. അത് കഴിയുമ്പോൾ ഇതിങ്ങനെ പറഞ്ഞിരിക്കുമ്പോൾ വില്യം വന്നിട്ട് ചോദിക്കും എക്സ്ക്യൂസ് മീ എനിക്ക് പിയാനോ വായിച്ച കൊള്ളുന്നുണ്ട്. അപ്പോൾ വില്യം തന്നെ ഇവളിങ്ങനെ ഫസ്റ്റ് കാണുമ്പോൾ പേഷ്യൻ്റിൽ ചെവിയിൽ ഇങ്ങനെ കൊല്ലാനുള്ള സൗണ്ട് കേൾക്കുന്നുണ്ട്, ഇല്യൂഷൻ തോന്നുന്നുണ്ടെന്ന് പറയുന്നത് ആൾ. അതായത് ക്യാമറ വിളിച്ച് ചോദിക്കും നീ എന്നോട് കഴിക്കാൻ വരുന്നു എന്നുള്ള രീതിയിൽ ചോദിക്കും. അപ്പോൾ അവൾ പറയും ഇല്ല എനിക്കിവിടെ കുറച്ച് ഇരുന്ന് കൊള്ളുന്നുണ്ട് എന്നുള്ള രീതിയിൽ പറയും. അപ്പോൾ ക്യാമറ ഇങ്ങനെ ഒന്നും വേണ്ടാതെ ഇച്ചിരി വിഷമിച്ച പുള്ളിക്കാരൻ നടന്നു പോകും. വില്യം ഇങ്ങനെ അവിടെ നിന്ന് പിയാനോ കിട്ടിയതായിട്ട് വായിക്കാൻ അറിയാം. അവളിങ്ങനെ അറ്റ് ലാസ്റ്റ് ഒരു സമാധാനമുള്ള മൊമെൻറ്റ് കിട്ടിയുള്ള രീതിയിൽ തന്നെ കണ്ണടച്ചിരിക്കും. അങ്ങനെ ഇരിക്കുമ്പോൾ ജെയ്ഡി വന്നിങ്ങനെ അവിടെ ഹോളിൽ ഇങ്ങനെ ഒളിഞ്ഞു നോക്കുന്നുണ്ട്. ഇതെല്ലാം കാണുന്നുണ്ട് പുള്ളിക്കാരൻ. അത് കഴിഞ്ഞ് കുറച്ച് കഴിയുമ്പോൾ ഇവിടെ ഇങ്ങനെ എണീച്ച ഹോളിൽ നടന്ന് നഴ്സ് സ്റ്റേഷനിലോട്ട് പോകാനുള്ള രീതി നിൽക്കും. അപ്പോൾ എന്താ മിഖായിൽ വരും. മിഖായിൽ ആരെ ഫസ്റ്റ് നമ്മൾ കണ്ട പുള്ളിയിൽ അച്ഛൻ പറയുന്നത് പുറത്തിറങ്ങണമെന്ന് പറഞ്ഞാൽ അത് തന്നെ ഇവിടെ പറയും എൻ്റെ പാസ്വേഡ് എന്ന് പറഞ്ഞു തരുമോ എന്നുള്ള രീതി ചോദിക്കും. അപ്പോൾ പറയും എനിക്ക് പാസ്വേഡ് അറിഞ്ഞൂടാ എന്നുള്ള രീതി പറയും. കുറച്ച് കഴിയുമ്പോൾ ഡോറിൻ്റെ സൈഡിൽ നിന്ന് ബസ് സൗണ്ട് കേൾക്കുന്നത്. അതായത് പുള്ളിക്കാരൻ ചെന്ന് അവിടെ ചെന്ന് പാസ്വേഡ് എടുത്ത് എങ്ങനെയെങ്കിലും പുറത്തിറങ്ങണം എന്നുള്ള എപ്പോഴും ഉണ്ടായിരിക്കും. അപ്പോൾ ഇവള് ഇതൊക്കെ മനസ്സിലായി ഇവിടെ നിന്ന് ഡോക്ടർ ബിക്കിൻ്റെ വാതിൽ ചെന്ന് മുട്ടി ഡോക്ടർ ബിക്കിൻ്റെ അടുത്ത് പറയും ഇങ്ങനെ സംഭവം ഉണ്ടായി ആൾ പുറത്തിറങ്ങാൻ നോക്കുന്നുണ്ടെന്ന് പറയും. അപ്പോൾ ഡോക്ടർ ബിക്ക് വലിയ കാര്യം എടുക്കില്ല, പേടിക്കുന്നത് വേണ്ട, അത് അവൻ പുറത്തിറങ്ങണം എന്നുള്ള രീതിയിലല്ലേ അത് ചെയ്തോട്ട് വലിയ കുഴപ്പമൊന്നും വരത്തില്ല എന്നുള്ള രീതിയിൽ ഞാൻ പറയും. ബിക്കിൻ്റെ വാതിൽ ഒന്നുകൂടി പുറത്തിറങ്ങുമ്പോൾ നേരെ കാണുന്നത് ജെയ്ഡിനായിരിക്കും. അപ്പോൾ ഒരു പെട്ടെന്ന് ഫ്ലാഷ് ബാക്കിലോട്ട് പോകാം. ഇവർക്ക് സാധാരണ എടുക്കുന്നവർ പഠിപ്പിച്ച് കൊടുക്കില്ല ജെയ്ഡ്. ഇവർ ഒരു പ്രായം വരെ നല്ല ഫ്രണ്ട്സ് ആയിരിക്കും. ഒരു സമയം കഴിയുമ്പോൾ ഈ ജെയ്ഡ് എന്ന് പറഞ്ഞ പെണ്ണ് പന്ന പിള്ളേരായിട്ട് കൂട്ടുകൊടും. എന്നിട്ട് കയ്യിൽ ഡ്രഗ് അടിക്കില്ല, അങ്ങനെ പല പരിപാടികൾ കാണും. അന്നേരം ആ ദിവസം പതിപോലെ അവൾ ജെയ്ഡിനെ നോക്കിയിരിക്കുമായിരിക്കും. സാധാരണ അവൾ മുങ്ങല പതിവ്. അന്ന് പക്ഷേ ജെയ്ഡ് വരും. എന്നിട്ട് ജെയ്ഡ് വന്നിട്ട് പറയും ഞാൻ നിന്നെ പഠിപ്പിക്കാൻ നോക്കിയെന്ന്. പക്ഷേ എൻ്റെ ബുക്ക് മൂളി ക്ലാസ് റൂം കൂട്ടി കാണും. ഇപ്പോൾ എല്ലാ പിള്ളേരും പോയില്ലേ, അപ്പോൾ നമുക്ക് ജാനിറ്റർ അല്ലെങ്കിൽ ഈ ക്ലീൻ ചെയ്യുന്ന ആൾക്കാരുണ്ട് അവരുടെ കയ്യിൽ താക്കോലിയാണ് നമുക്ക് പോയി ചോദിക്കാനുള്ള രീതിയിൽ ഇവളെ വിളിച്ചുകൊണ്ട് പോകും. ജാനിറ്ററിൻ്റെ അടുത്ത് സാധാരണ ചോദിച്ചാൽ തരില്ല. പക്ഷേ അവൾ ഫ്ലേർട്ട് ചെയ്യുന്ന രീതിയിൽ നിന്നിട്ട് അവൾ ക്ലീൻ ചെയ്യുന്ന ആളുടെ ചോദിക്കും. പുള്ളിക്കാരൻ വെച്ചാൽ ആലോചിക്കും. പക്ഷേ ബുക്ക് എടുക്കാനാണ് പറയുന്നത് കീ കൊടുക്കുമ്പോൾ ഇവൾ ആ കീ മേടിച്ചുകൊണ്ട് വന്നിട്ട് ക്ലാസ് റൂമിലോട്ട് പോകും. ക്ലാസ് റൂമിൽ പോയിട്ട് ഈ കഥ തുറന്നിട്ട് ഇവളെ ഒന്ന് നോക്കും. ഇവളെ തള്ളി പുറത്തിടുക, കഥ അടയ്ക്കുക. എന്നിട്ട് അകത്ത് കയറിയിട്ട് ഈ ടീച്ചറിൻ്റെ മേശയ്ക്കകത്ത് പിറ്റേന്നത്തേക്കുള്ള ടെസ്റ്റ് പേപ്പറിനുള്ള ക്വസ്റ്റ്യൻ പേപ്പറാണ് അവൾ അത് എടുക്കും. എമി കണ്ട് ഞെട്ടിപ്പോകും. അവൾ അങ്ങനെയൊന്നും ചെയ്യല്ലേ, നമുക്ക് പഠിച്ച് പേടിക്കാനുള്ള രീതി പുറത്തുനിന്ന് പറയുന്നുണ്ട്. പക്ഷേ മറ്റൊരു അതൊന്നും കേൾക്കണില്ല. ഇത് തുറന്ന് പുറത്തു വരും.
എന്നിട്ട് അടച്ചിട്ട് ജാനിറ്ററിനെ കൊണ്ടുപോയി കൊടുത്തിട്ട് പറയും ബുക്ക് കിട്ടിയെന്നുള്ള രീതിയിൽ കാണിച്ചിട്ട് ഇവർ പുറത്തിറങ്ങി തിരിച്ചു വരും. പിറ്റേന്ന് എക്സാം നടക്കുമ്പോൾ ക്വസ്റ്റ്യൻ പേപ്പർ കൊടുക്കുമ്പോൾ സാറ് ശ്രദ്ധിക്കും. സാറ് പറയും ഒരു ക്വസ്റ്റ്യൻ പേപ്പർ ഉണ്ടായിരുന്നു, എൻ്റെ റെഫറൻസിനെ വെച്ചാൽ അതിപ്പോൾ എന്ത് ചെയ്യുന്നുള്ള രീതിയിൽ ഇങ്ങനെ നോക്കും. ആൻഡ് അപ്പോഴത്തേനും അത് പിടിക്കത്തില്ല. പിറ്റേന്ന് പക്ഷേ ഇത് പിടിക്കും. പിറ്റേന്ന് ഇങ്ങനെ സാർ ഇവരെ രണ്ടുപേരും വിളിക്കും. എന്നിട്ട് ചോദിക്കും ജാനിറ്റർ പറഞ്ഞു നിങ്ങൾ വന്നിട്ടുണ്ടെന്ന് ഞാൻ അറിഞ്ഞ് സംഭവം ഏറ്റു പറഞ്ഞാൽ നാളെ എന്തായാലും പ്രിൻസിപ്പലിനടുത്ത് ഞാൻ ചെന്ന് പറയുന്നുള്ള രീതി പറയും. ബാക്ക് ടു ദ പ്രസന്റ് ഡോക്ടർ ബിക്കിൻ്റെ റൂമിൽ നിന്ന് ഇറങ്ങുന്ന എമീൻ്റെ അടുത്ത് ജെയ്ഡ് ചോദിക്കും എനിക്കൊന്ന് കുറച്ച് നേരം സംസാരിച്ച് കൊള്ളാമെന്ന് നീ ഒന്ന് വരാമോ എന്ന് ചോദിക്കും. എന്നിട്ട് അവർ റൂമിൽ പോകുമ്പോൾ ജെയ്ഡ് ഇങ്ങനെ പറയാം നീ എന്തായാലും പണ്ടത്തെ കൂട്ട് ആഗ്രഹിച്ചതുപോലെ ഡോക്ടറല്ല, ഞാൻ മാത്രമല്ലേ ഉള്ളൂ, എൻ്റെ ലൈഫ് ഇങ്ങനെ കളിച്ചിട്ട് ഒരു മുറിയിൽ ഇങ്ങനെ മരുന്നും കുത്തി ഇങ്ങനെ കിടക്കുന്നതെന്ന് പറഞ്ഞിങ്ങനെ പറയും. അന്നേരത്തിന് എനിക്ക് എന്താ പറയണമെന്ന് അറിയത്തില്ല. അത് ജെയ്ഡ് പറയും അതുകൊണ്ട് ഇനിയിപ്പോൾ എന്തായാലും ഇവിടെ ഇറങ്ങത്തില്ല, ഇറങ്ങുമ്പോൾ നിൻ്റെ ബോയ് ഫ്രണ്ടിനെ വിളിക്കണം, എൻ്റെ ബോയ് ഫ്രണ്ടിനെ നമുക്ക് വിളിക്കാം, എന്നിട്ട് നമുക്ക് ഒരുമിച്ച് പണ്ടത്തെ പോലെ പ്ലാൻ ചെയ്താൽ നമ്മുടെ പിള്ളേരെ നമ്മുടെ ബോയ് ഫ്രണ്ടൊക്കെ ആയിട്ട് നമുക്ക് ഡിന്നറിന് പോകണമെന്നൊക്കെ പറഞ്ഞ് ഇവിടുത്തെ പറയും. അപ്പോൾ ഇവർക്ക് സത്യം പറഞ്ഞാൽ എനിക്കാണ് വലിയ എമ്മി ഇങ്ങനെ പറയും ഞാൻ ആലോചിക്കട്ടെ സമയം കിട്ടുമെന്ന് ഞാൻ വരാമെന്ന് പറയും. അപ്പം ജെയ്ഡ് പെട്ടെന്ന് എതിര് ചൂടാവും. അപ്പോൾ നിനക്ക് എന്നെ വേണ്ടല്ലേ, ഇപ്പം നിനക്ക് എന്നെ വേണ്ടല്ലേ, നീ പോകുന്നു പറഞ്ഞ് ഇവിടെ തള്ളി പുറത്താക്കും. അന്നേരത്തേന് ഇവൾ അവിടെ നിന്ന് പുറത്തിറങ്ങുന്നത് ആര് കാണുന്നു, അവളോട് ടാബ്ലറ്റുമായിട്ട് വരുന്ന റയാനെ കാണും. ജെയ്ഡിൻ്റെ റൂമിൽ നടന്ന എമി നേരെ പോകുന്ന സ്റ്റേഷനിലോട്ട് അവിടെ ചെന്ന് ഫയൽ എടുത്ത് അങ്ങനെ വല്ലതും മൈൻഡ് ഒന്ന് മാറ്റാനുള്ള രീതിയായിരിക്കും. അവിടെ ചെല്ലുമ്പോൾ കാണുന്ന ജെയ്ഡിൻ്റെ ഫയൽ ഇത് തുറക്കണം നല്ലപോലെ തോന്നും. പക്ഷേ എത്തിക്സ് അനുസരിച്ച് ക്യൂറിനല്ലാതെ ക്യൂരിയോസിറ്റിക്ക് വേണ്ടി ഒരിക്കലും ഒരു ഫയൽ തുറക്കരുതെന്നുണ്ട്. അപ്പോൾ അത് തുറക്കില്ല. മേരി കമ്മിറ്റിൻ്റെ ഫയൽ എടുത്തിട്ട് അവരുടെ റൂമിലോട്ട് ഇങ്ങനെ നടക്കുമായിരിക്കും. അങ്ങനെ ഫയൽ തുറക്കുമ്പോൾ സംഭവം ഈ മറ്റേ വെള്ളം മുടിയുള്ള ഒരു അമ്മയില്ല, അവരാണ് മേരി. അതായത് ഇവരിങ്ങനെ അവിടെ ഫയൽ തുറന്നപ്പോൾ ഇവർ ഒറ്റയ്ക്ക് എന്തോ ബുക്ക് അങ്ങനെ വായിക്കാൻ വേണ്ടി ഇവിടെ പോയിരുന്നപ്പോൾ ഊഞ്ഞാലി ചെയ്യുന്ന പിള്ളേർ ബഹളം വെച്ചപ്പോൾ ഇവർ നേരെ ചെന്ന കൊച്ചിന് തള്ളിയതായിട്ട് അതിനാണ് പ്രാന്താന്ന് അവർ ഇവിടെ കൊണ്ടുവന്നിട്ടേക്കുന്നത്. ഇവിടെ ചെന്ന് സംസാരിക്കുമ്പോൾ ഷീസ് ലൈക്ക് ഭയങ്കര സ്വീറ്റായിട്ട് സംസാരിക്കുന്നത് തന്നെയല്ല. എമിനെ അവർക്ക് ഭയങ്കര കാര്യമാവും. അപ്പോൾ ലാസ്റ്റ് പോകുന്ന നേരത്ത് പുള്ളിക്കാരി അവിടെ പറയും യു ഹാവ് ടു ബി കെയർഫുൾ ടു നൈറ്റ്, ദിസ് നൈറ്റ് ഇസ് വെരി ഡേഞ്ചറസ് എന്നിട്ട് അവരുടെ ബാഗിൽ സ്പെയർ ഉണ്ടാകുന്ന ഒരു നിറ്റിംഗ് നീഡിലെടുത്ത് കയ്യിൽ കൊടുക്കും. ആൻഡ് അത് ഷാർപ്പ് ഓൺ. ആൻഡ് ഇവിടെ ആലോചിക്കുന്നുണ്ട് കയറി വന്നപ്പോൾ ഈ നിറ്റിംഗ് നീഡിൽ കണ്ടത് പുള്ളിക്കാരി കയ്യിൽ. അപ്പോൾ ഡോക്ടർ ബിക്കിനോട് ചോദിച്ചു ഇതെന്താ അവർക്ക് കൊടുത്തേക്കുന്നത് ചോദിച്ചപ്പോൾ ഡോക്ടർ ബിക്ക് പറഞ്ഞത് ഇത് ചിൽഡ്രൻ സ്പെസിഫിക്കാണ്, പ്ലാസ്റ്റിക്കാണ്, അപ്പോൾ അതുകൊണ്ട് ഡേഞ്ചർ ഒന്നും ഉണ്ടാവില്ല എന്നാണ്. പക്ഷേ അവളെ പോക്കറ്റ് ഇട്ടേക്കുന്ന ഇവിടെ കൊടുത്ത് നിറ്റിംഗ് നീഡിൽ ഇസ് നോട്ട് പ്ലാസ്റ്റിക്. മേരിൻ്റെ റൂമിൽ നടക്കുന്ന എമി ഒരു നോട്ട് ഉണ്ടാക്കാൻ പേഷ്യൻ്റെ പറ്റി ഒരു നോട്ട് ഉണ്ടാക്കുന്ന രീതിയിലായിരിക്കും നാച്ചുറലോട്ട് വരുന്നത്. അപ്പോൾ എന്താ റയാൻ അവിടെ മാഗസിൻ വായിച്ചുകൊണ്ടിരിക്കും. അപ്പോൾ റയാൻ ഇങ്ങനെ ചോദിക്കുന്നുണ്ട് ഹൗ വാസ് ഡേ സോഫ എന്നൊക്കെ പറഞ്ഞ് ചോദിക്കുമ്പോൾ പറയും ഇറ്റ് വാസ് ഗുഡ് എന്ന് പറഞ്ഞിട്ട് റയാനടുത്ത് ചോദിക്കും എനിക്ക് ചാർട്ട് എടുത്ത് തരാമെന്ന് പറഞ്ഞ് ചോദിക്കുമ്പോൾ റയാൻ ഒരു ചാർട്ട് എടുത്ത് നോക്കും. അവൾ മുമ്പോട്ട് നോക്കുമ്പോൾ ജെയ്ഡിൻ്റെ ഫയലായിരിക്കും റയാൻ എടുത്ത് കൊടുക്കുക. കാരണം എന്ന് വെച്ചാൽ റയാന ജെയ്ഡിൻ്റെ റൂമിൽ നിന്ന് എമിക്ക് ഇറങ്ങി വരുന്നതല്ല കണ്ടേ, അപ്പോൾ തെറ്റിദ്ധരിച്ചിട്ട് എടുത്ത് കൊടുക്കുക. പക്ഷേ അവർക്ക് ക്യൂരിയോസിറ്റി കൂടി അവർക്ക് അറിഞ്ഞേ പറ്റുന്ന ഒരു രീതിയിലാവും. പക്ഷേ അവൾ തുറക്കാൻ പോകുമ്പോഴത്തേക്കും കറണ്ട് പോകും. അത് പിന്നെ അങ്ങനെ ആവില്ല സ്വാഭാവികം. പക്ഷേ കറണ്ട് പോകുമ്പോൾ ശരിക്കും പേടിക്കും. റയാനായിട്ട് ചോദിക്കും അവിടെ കറണ്ട് പോകുന്ന ഇവിടെ അങ്ങനെ കറണ്ട് പോലുണ്ടോ, കറണ്ട് പോയാൽ ആ സിറ്റുവേഷൻ റൂമൊക്കെ ഇലക്ട്രിക്കൽ വർക്ക് ആവുന്നില്ല, അതൊക്കെ തുറക്കത്തില്ലേ എന്നൊക്കെ പറഞ്ഞാൽ ചോദിക്കുമ്പോൾ റയാന ഭയങ്കര കൂളായിട്ട് വരാം ഇല്ലടാ അങ്ങനെ വരാൻ ചാൻസ് ഇല്ല, ഇവിടെ കറണ്ട് പോകാനില്ല, ഇപ്പോൾ ഇത് എന്ത് പറ്റിയാന്ന് അങ്ങനെ അറിയത്തില്ല എന്നുള്ള രീതി നിൽക്കുമ്പോഴത്തേന് 2-3-4-5 സെക്കൻഡ് അപ്പോഴൊക്കെ ഇവളെ ഹൃദയം എന്നിട്ട് അത്രയ്ക്ക് സ്പീഡ് അടിക്കുമായിരിക്കും. പെട്ടെന്ന് കറണ്ട് വരും. നേരെ നോക്കുമ്പോൾ ഒരു ചോരയെ കുളിച്ചൊരു മനുഷ്യൻ മുമ്പിൽ ഇവള് കാറിക്കരയും. ആൻഡ് കുറച്ച് നേരം കഴിയുമ്പോൾ മനസ്സിലാവും അതാരാണോ മിക്കായിലായിരിക്കും. ഫുള്ള് ആപ്പിൾ ജാം തേച്ചിരിക്കുമായിരിക്കും. ഇതുപോലെയല്ല ഡ്രസ്സില്ല. ആൻഡ് ഹീ സ്ക്രീമിങ് ദറ്റ് ഐ നീഡ് ടു ഗെറ്റ് ഔട്ട്. എൻ്റെ അപ്പൻ എടുത്ത് പുറത്ത് പോകാൻ പറഞ്ഞാൽ പുറത്ത് വീട് എന്ന് പറഞ്ഞിങ്ങനെ ഭയങ്കരമായിട്ട് ബഹളം വെച്ചോണ്ടിരിക്കുക. എല്ലാവരും പുറത്ത് വരും. ആൻഡ് ഡോക്ടർ ബെക്കൊക്കെ ഓടി വരും. അന്നേരത്തേന് ഈ പുള്ളിക്കാരൻ പറഞ്ഞാൽ എന്നെ പുറത്ത് വിട്, ഞാൻ അവൻ പറയുന്ന കേട്ടില്ല അങ്ങനെ കൊല്ലുമെന്ന് ഞാൻ പറയും. അപ്പോൾ ഡോക്ടർ ബെക്ക് ചോദിക്കും അതിൻ്റെ നീ അങ്ങനെ പേടിക്കുന്നു, നിൻ്റെ അപ്പനെല്ലാം നിന്നെ കൊല്ലുന്നതെന്ന് അങ്ങനെ ചോദിക്കും. അപ്പോൾ അവൻ പറയാം അവൻ്റെ അപ്പനല്ല സേവൻ ഡെയർ, അവനെ എല്ലാവരും കൊല്ലും. അന്നേരം ഔട്ട് ഓഫ് കൺട്രോൾ ആകുമ്പോൾ ഡോക്ടർ ബെക്കും റാനയും കൂടി ആളെ സെക്യൂഷൻ 2-ൽ അടയ്ക്കും. അവിടെ നിന്ന് തിരുമ്പോൾ ഡോക്ടർ ബെക്ക് നേരെ കാണുന്ന ഇങ്ങനെ കാണുമ്പോൾ ശരിക്കും ആയിട്ട് ഭയങ്കര സങ്കടം തോന്നുന്നു. എന്നിട്ട് പറയും സാധാരണ ഫസ്റ്റ് ഇത്ര സ്ട്രെസ്ഫുൾ ആവാറില്ല, നിങ്ങൾക്ക് ശരിക്കും ബാഡിലേക്കാണെന്ന് തോന്നുന്നു, മക്കളെ നീ പോയി കിടന്ന് ഉറങ്ങിക്കോ, എന്താ ക്യാമറ എനിക്ക് തോന്നുന്നു നിൻ്റെ കൊളിക്ക് ഇപ്പോൾ അതുതന്നെയായിരിക്കും ചെയ്യുന്നത് ഇങ്ങനെ പറഞ്ഞിട്ട് അവളെ നോക്കും. അപ്പോൾ അവൾ ഇങ്ങനെ ആലോചിക്കും യാ ക്യാമറ ഇസ് എ ടൈറ്റ് സ്ലീപ്പർ. പക്ഷേ ഇത്ര പണം കിട്ടും അവനെന്താ പുറത്ത് വരാത്ത, അവൻ എവിടെ പോയത് ഇങ്ങനെ അവളിങ്ങനെ ആലോചിക്കും ചെയ്യും. അപ്പോൾ പിന്നെ അവൾ റൗണ്ട്സിന് പോയിട്ട് കിടക്കാനുള്ള രീതിയിലായിരിക്കും. അപ്പോൾ എല്ലാ റൂമും ഇങ്ങനെ ചെക്ക് ചെയ്ത് പോകുമായിരിക്കും. ഒരു മുറി തുറക്കുമ്പോൾ അവിടെ ഒരു അമ്മ നിൽക്കുമായിരിക്കും. അമ്മ ഇവളെ കണ്ടിട്ട് ആകെ പതറും. അന്നേരം എന്നിട്ട് ഇങ്ങനെ ചോദിക്കും മോളെ എന്നെ വീട്ടിൽ വിടാവോ, എൻ്റെ മോനെ എന്നെ കാത്തിരിക്കുക വീട്ടിൽ, എനിക്ക് എൻ്റെ മോനെ കാണണം എന്ന് പറഞ്ഞ് വിളിക്കാൻ നോക്കും. അതും ഇവർക്ക് എന്ന് വെച്ചാൽ ഇവർക്ക് അവരെ അറിഞ്ഞൂടാ. പക്ഷേ അവരുടെ കണ്ണിലെ സങ്കടം ഇവർക്ക് അറിയാൻ പറ്റുന്നുണ്ട്. പക്ഷേ ഇവർക്ക് ഒന്നും ചെയ്യാൻ പറ്റില്ല. ഇവളൊന്നും മിണ്ടില്ല. അവളെ കഥവ് പതുക്കെ ചാരിയിട്ട് അവൾ അപ്പുറത്തെ റൂമിലോട്ടു. അപ്പുറത്തെ റൂമിലാണെങ്കിൽ സ്പൈഡർ ഡാൻ്റെ മുറിയായിരിക്കും. സ്പൈഡർ ഡാൻ്റെ മുറിയാകുമ്പോൾ നോക്കുമ്പോൾ കഥവ് പകുതി തുറന്നിരിക്കുക, ബാത്റൂമിൽ കഥ തുറന്നിരിക്കും. അങ്ങനെ പറയുമ്പോൾ സ്പൈഡർ വിട്ട് കളിക്കും ബാത്റൂമിൽ ഇരുന്ന്. അതും അറിയാലോ. അവളത് ചാരിയിട്ട് പിന്നെ നേരെ നടക്കും. വില്യമിൻ്റെ റൂമായിരിക്കും അടുത്ത്. മേരി അവിടെ നിന്ന് നെറ്റ് ചെയ്തുകൊണ്ടിരിക്കുക. വില്യമിൻ്റെ റൂമിൽ കയറുമ്പോൾ അവൾ പ്രതീക്ഷിക്കുന്ന വലിയ അവിടെ കട്ടിലിരുന്ന ബുക്ക് വായിക്കുന്നതായിരിക്കും. സത്യം പറഞ്ഞാൽ അവൾക്ക് ഒരു ക്രഷ് ഉണ്ടോ എന്ന് ബുക്ക് വായിക്കുമ്പോൾ ഇങ്ങനെ തോന്നും. കാരണം എന്ന് വെച്ചാൽ പുറത്ത് വെച്ചാൽ കണ്ടിരുന്നെങ്കിൽ ഞാൻ സംസാരിക്കും, ഞാൻ ഫ്രണ്ട്സ് ആവുന്ന ടൈപ്പ് ഓഫ് ഒരാളാണ് വില്യം. ഭയങ്കര ഒരു മാനി ലുക്കാണ് അവനോട് ഉള്ളത്. എന്നിട്ട് അവളിങ്ങനെ അകത്ത് കയറുമ്പോഴത്തേക്കും നോക്കുമ്പോൾ ബാത്റൂമിൽ അകത്ത് സൗണ്ട് ചെയ്യുന്നുണ്ട്. അപ്പോൾ അറിയാം അവളിങ്ങനെ ആ ബുക്ക് സ്റ്റാക്ക് ചെയ്ത് വെച്ചേക്കുന്നത്. ബുക്ക് ഇങ്ങനെ അടുക്കി വെച്ചേക്കുന്നത്. എന്നിട്ട് ഇങ്ങനെ നോക്കും. ഓരോ ബുക്കായിട്ട് നോക്കുമ്പോൾ അതിനകത്ത് ഗാർപ്പൻ എന്ന് പറഞ്ഞൊരു ബുക്കുണ്ട്. അവർക്ക് ഇഷ്ടപ്പെട്ട ബുക്ക്. അപ്പോൾ അവളിങ്ങനെ തുറന്ന് നോക്കുമ്പോൾ ഉണ്ടോ നടുക്കൊരു വലിയൊരു ഓട്ട. അതിനകത്ത് അവൻ ഈ ഗുളികയെല്ലാം ഇട്ട് വെച്ചേക്കുക. ഇത് കണ്ടിട്ട് ഞെട്ടും. എന്നിട്ട് അതുപോലെ ഇട്ട് മടക്കി വെച്ച് ബാക്കി ബുക്കിൻ്റെ പുറത്ത് വെച്ചിട്ട് മാറി നിൽക്കും. അന്നേരത്തേക്കും വലിയ അവിടെ നിന്ന് ഇറങ്ങി വരുമ്പോൾ ഫസ്റ്റ് ഇവളെ കാണുമ്പോഴേ നോക്കുന്ന ബുക്കിൻ്റെ സൈഡിലോട്ട് അവൾ ശ്രദ്ധിക്കുകയും ചെയ്യും. എന്നിട്ട് എന്താ ഇവളിങ്ങനെ ചോദിക്കും ഒരു ബുക്ക് തരാമെന്ന് പറഞ്ഞാൽ ചോദിച്ചാൽ അവിടെ മനസ്സിലുള്ളത് ആ ഗാർപ്പിൻ്റെ ബുക്ക് തന്നെ ചോദിക്കണം. പക്ഷേ അത് ചോദിക്കുന്നില്ല. അവൾ പറയും എനിക്ക് വേറെ ബുക്കിൽ വരണം. അങ്ങനെ എടുത്ത് കൊടുക്കും. നല്ല സംസാരിക്കണം. പക്ഷേ ഇവനിങ്ങനെ ഡൗട്ട് അടിക്കുന്ന പോലെ നിൽക്കുന്നത്. നമ്മൾ നോക്കി കാണും നമ്മൾ വിധിയിലേക്ക് നിൽക്കുന്നത്. ഇവൾ അവിടെ നിന്ന് ഇറങ്ങും. ഒന്ന് ആലോചിക്കും പറയണം. പക്ഷേ ഡോക്ടർ ബെക്കിൻ്റെ അടുത്ത് പോയി പറയും. കാരണം ഒരു സീരിയസ് ആയിട്ടുള്ള കാര്യമില്ല. എന്നിട്ട് ഇവൻ്റെ കയ്യിൽ നിന്ന് ഇവൻ ആ മെഡിക്കേഷൻ എടുക്കാൻ ഇവൻ ഇലൂഷൻ ഉണ്ടാവും. അങ്ങനെ ഉണ്ടാവുകയാണെങ്കിൽ ഇവൻ അടുത്തേക്ക് ആൾക്കാർ കൊല്ലും. ഹി ഈസ് ഡേഞ്ചറസ്. അതുകൊണ്ട് തന്നെ ഇവർ ഡോക്ടർ ബെക്കിൻ്റെ അടുത്ത് പോയി പറയും ഇവൻ ഇതുപോലെ എടുക്കുന്നില്ല. അപ്പോൾ ഡോക്ടർ പറയും അത് സീരിയസ് ആയിട്ടുള്ള കാര്യമാണ്, നമുക്ക് അന്നേരം ഇൻട്രാവീനസ് അല്ലെങ്കിൽ ഇഞ്ചക്ഷനിലോട്ട് മാറണമെന്ന് ഇങ്ങനെ പറയും. വേറെ എന്തെങ്കിലും ഉണ്ടോ ഡോക്ടർ ബെക്ക് ചോദിക്കുമ്പോൾ ഇങ്ങനെ ചോദിക്കും ക്യാമറോനെ കുറേ നേരമായിട്ട് കാണുന്നില്ല എന്ന് പറഞ്ഞ് ചോദിക്കും. പറയും അത് പേടിക്കേണ്ട, ആളിങ്ങനെ നഴ്സ് സ്റ്റേഷനിൽ ഇങ്ങനെ എന്തോ ഫാമിലി ഇഷ്യൂസ് ഉണ്ടെന്ന് പറഞ്ഞാൽ പോകണമെന്ന് പറഞ്ഞാൽ എഴുതി കൊടുത്തിട്ട് പോയെന്ന് പറഞ്ഞു. അത് കഴിഞ്ഞ് ഇങ്ങോട്ട് പുറത്തിറങ്ങുമ്പോഴുണ്ട് ജെയ്ഡ് അവിടെ നിൽക്കും.
ജെയ്ഡി ഇവിടെ ഇല്ലാത്തതെല്ലാം പറയും. കാരണം എന്ന് വെച്ചാൽ സത്യം പറഞ്ഞാൽ ആ മരുന്ന് എടുക്കുമ്പോൾ സൈഡ് എഫക്ട്സ് ഉണ്ട്. ചിലർക്ക് രുചി അറിയാൻ പറ്റില്ല, ചിലർക്ക് നാക്കിൻ്റെ പൊസിഷൻ അറിയാൻ പറ്റില്ല, ചിലർക്ക് അങ്ങനെ നമുക്ക് തന്നെ നമ്മുടെ ബോഡിയിൽ വരുന്ന ചേഞ്ചസ് അറിയാൻ പറ്റും. വണ്ണം വെക്കും, മുടി കൊഴിയും, അങ്ങനെ കുറേ ഉണ്ട്. നിനക്ക് പണ്ടൊരു ഇല്യൂഷൻ ഉണ്ടാവില്ല, നീ ഇങ്ങനെ ഇവിടെ വന്ന് കിടന്നായിരുന്നെങ്കിൽ നീ ഇത് പോയിട്ട് ചെയ്യത്തില്ലായിരുന്നു ഇങ്ങനെ ജെയ്ഡി അവളെ പറയും. അത് കഴിഞ്ഞിട്ട് ഇവിടെ വലിയ മൈൻഡ് കൊടുക്കില്ല. അത് കഴിഞ്ഞ് ഇവളിങ്ങനെ നഴ്സ് സ്റ്റേഷനിൽ വന്നിരിക്കുമ്പോൾ ജെ കാർപ്പൻ്ററിൻ്റെ ഫയലായിരിക്കും മുമ്പിലിരിക്കുന്നത്. അപ്പം ഇവള് രണ്ട് വിചാരിച്ച് തുറക്കും. കാരണം എന്ന് വെച്ചാൽ ഓൾറെഡി ഒരു ബന്ധം ഉണ്ടെങ്കിലും ഇപ്പോൾ അവളെ പേഷ്യൻ്റ് തന്നെ അല്ലേ, അപ്പോൾ അത് തുറന്നു നോക്കുമ്പോൾ സംഭവം അന്ന് ടീനേജർ ആയപ്പോൾ ചേർത്ത് അതേ അസുഖം തന്നെ എപ്പോഴും ഡയഗ്നോസ് പറയുന്നത് ബൈപ്പോളർ ഡിസോർഡർ. ഇവിടുന്നുള്ള ബോയ് ഫ്രണ്ട് കൂടി കടകളിൽ ചെന്നിട്ട് ബിയർ ബോട്ടിൽ കാണിച്ച് പേടിപ്പിച്ചിട്ട് ഈ പൈസ തട്ടുന്ന പരിപാടിയാണ്. അങ്ങനെ നോക്കുമ്പോൾ എമി നോക്കുമ്പോൾ വില്യത്തിനെ ഇവളെയും കൊണ്ടുവന്നിരിക്കുന്ന സെയിം ഡേറ്റിലായിരിക്കും. ഇതേ സമയത്ത് ഒരു ചോക്കിംഗ് സൗണ്ട് സെക്ലൂഷൻ 2 എന്ന് കേൾക്കുന്ന പോലെ എനിക്ക് തോന്നും. തന്നെയല്ല, മീഖായിലിനെ കൊണ്ടിട്ടതിന് ശേഷം അവിടെ നിന്ന് ഒന്നുകിൽ ഒരു ഹൈ പിച്ച് പോപ്പ് സോങ് കേൾക്കും, അല്ലെങ്കിൽ ഇടയ്ക്കിടയ്ക്ക് തുറന്നുവിട് എന്നുള്ള സൗണ്ട് കേൾക്കണ്ടേ. കുറേ നേരമായിട്ട് അത് കേൾക്കുന്നില്ല. ഇപ്പോൾ ഞാൻ ഇടയ്ക്കിടയ്ക്ക് ഒരു ചോക്കിംഗ് സൗണ്ട് കേൾക്കുന്ന എനിക്ക് തോന്നി. അപ്പോൾ ഇവിടെ അത് അവിടെ തന്നെ വെച്ചിട്ട് എണീച്ച് പോയി സെക്ലൂഷൻ 2 റൂമിൻ്റെ ഫ്രണ്ടിൽ പോയിട്ട് താഴോട്ട് നോക്കുമ്പോഴുണ്ട് താഴേന്ന് ചോര വരുന്നു. അതിൻ്റെ അകത്ത് നിന്ന് ഇങ്ങനെ ശ്വാസം എടുക്കുന്ന പോലെ ഇങ്ങനെ സൗണ്ട് വരുന്നു. അപ്പോൾ ഇവിടെ ഇങ്ങനെ തട്ടും, മിഖായിൽ എന്ന് പറഞ്ഞാൽ തട്ടും. അന്നത്തേന് ഒരു റെസ്പോണ്ട് ഒന്നുമില്ല. ഇവിടെ ഉടനെ ഓടി ചെന്ന് ഡോക്ടർ ബിക്കിൻ്റെ റൂമിൽ ചെന്ന് തട്ടിയിട്ട് പറയും, മിഖായിലെ റൂമിൻ്റെ താഴെ ബ്ലഡ് കണ്ട് ഞാൻ ഇങ്ങനെ പറയും. അപ്പോഴത്തെ സത്യം പറഞ്ഞാൽ ഡോക്ടർ ബിക്ക് എണീച്ച് വരുന്ന കുറച്ച് ഇങ്ങനെ ഒരു ഇറിറ്റേഷനോടാണെങ്കിലും ബ്ലഡാ നീ ശരിക്കും കണ്ടോ, ഫ്ലോറിൽ കണ്ടോ എന്ന് പറഞ്ഞാൽ ഭയങ്കര സീരിയസ് ആയിട്ട് ഓടി വരും. ഇവിടെ കൂടെ ഓടി വന്ന് നോക്കുമ്പോൾ ഫ്ലോറിൽ അടുത്ത് വന്ന് ഇവിടെ ഇങ്ങനെ കാണിച്ചു കൊടുക്കാൻ വേണ്ടി വരുമ്പോൾ അവിടെ ബ്ലഡ് ഇല്ല. എന്നിട്ട് ഡോക്ടർ ബിക്ക് പറയുന്നത് ഉറങ്ങാത്തതിൻ്റെ ആയിരിക്കും, നീ കിടന്നുറങ്ങുന്നു പറഞ്ഞാൽ ഇവിടെ ഒരു നോട്ടം നോക്കും. അവൾ ആൾക്കാരുടെ കണ്ണിനെ കാണരുതെന്ന് ആഗ്രഹിച്ചതും ഈ വാർഡിൽ വരാതിരിക്കണമെന്ന് ആഗ്രഹിച്ചതും ആ ഒരു നോട്ടം കാണരുത് എന്നുള്ളൊരു പേടി കൊണ്ട് മാത്രമാണ്. ആൻഡ് ഡോക്ടർ ബിക്ക് പോവും. അവിടെ നിന്ന് ജെയ്ഡി ഇവിടെ നോക്കിച്ചിരിക്കുന്നുണ്ടായിരിക്കും. അപ്പോൾ ജെയ്ഡി എന്ന് പറയുന്നത് എനിക്ക് ഇതുവരെ അത് മാറിയിട്ടില്ലല്ലേ എന്ന് പറഞ്ഞിട്ട് ജെയ്ഡി ഒരു അകത്തും ഇവിടെ ഇങ്ങനെ മുന്നോട്ട് നടക്കുമ്പോൾ ആരോടെ വാ കുത്തിയിട്ട് റൂമിലോട് വലിച്ചിടും. ആൻഡ് അത് വില്യാണ്. അങ്ങനെ പറയും ഡോൺ സ്ക്രീം. എന്നിട്ട് ഇങ്ങനെ എമി ഒട്ടും പ്രതീക്ഷിക്കാത്ത ഒരു കാര്യം പറയും, ഞാനും ആ ബ്ലഡ് കണ്ടായിരുന്നു, നീ പോയപ്പോൾ അത് ക്ലീൻ ആക്കിയത് റയാനെയാണ്. ഇത് സത്യം പറഞ്ഞാൽ ഇവർക്ക് കണക്ട് ആവുന്നുണ്ടെങ്കിൽ എനിക്ക് കണക്ട് ആവുന്നുണ്ടെങ്കിലും എമി പിന്നെയും പറയുന്നത് നീ മെഡിക്കേഷൻ പോലും എടുക്കില്ല, ഞാനത് കണ്ടതാണ്, ഇനി ഞാൻ ഈ പറയുന്നത് വിശ്വസിക്കണമെന്ന് പറയുമ്പോൾ അവനെ പറയും നീ ഇപ്പോൾ ഓർക്കുന്നോ ഇല്ലെന്ന് എനിക്കറിയില്ല, നിന്റെ കൂടെ വന്നൊരു കാർട്ടനോ ക്യാമറനോ അങ്ങനെ പറഞ്ഞാൽ ചേർക്കണില്ലേ. അവൻ നേരത്തെ ഇവിടെ അലർന്ന് ഞാൻ കേട്ടു കുറച്ച് മണിക്കൂർ മുമ്പേ. ആൻഡ് ഞാൻ പുറത്ത് വന്നപ്പോഴത്തേനും ഞാൻ കണ്ട സെക്ലൂഷൻ 1 കഥ അടയുന്നതാണ്. ഇത് കേട്ടിട്ട് എമിയുടെ ബാക്കിയുള്ള കിളി എല്ലാം പോയി. സത്യം പറഞ്ഞാൽ അവർക്കറിയാം ക്യാമറ പോകുകയാണെങ്കിൽ ഇവിടെ അടുത്ത് പറയാതെ പോകില്ല നിനക്കറിയാം. തന്നെയല്ല ഒരു വിളി പോലും വിളിച്ചില്ല. ആൻഡ് ഇവിടെ ആ കറണ്ട് പോലും പിന്നെ ഫോൺ വിളിക്കുമ്പോൾ ഒരു ഡയൽ പോലും ചെയ്യണില്ല. ആൻഡ് എന്തൊക്കെയോ പ്രശ്നമുണ്ടെന്ന് ഇവക്കും തോന്നും. വില്യമാണ് ഇത് പറയുന്നതിനപ്പുറത്തേക്ക് അവൻ പറയുന്നതിൽ എന്തൊക്കെയോ കാര്യങ്ങളുണ്ടെന്ന് ഇവർക്ക് തോന്നാൻ തുടങ്ങും. അപ്പോൾ വില്യം പറയും നമുക്ക് ഇവിടെ എങ്ങനെയെങ്കിലും രക്ഷപ്പെടാം, നമുക്ക് പുറത്ത് തന്നെ ക്യാമറ ഒന്ന് വിളിച്ച് കിട്ടിയ കുഴപ്പമില്ലല്ലോ, നമുക്കൊന്ന് പുറത്ത് പോകാനുള്ള രീതിയിൽ ഇവനിങ്ങനെ അവളുടെ അടുത്ത് പറയും. അപ്പോൾ അവൾ പറയും എന്നാന്ന് നോക്കാം എന്ന്. തന്നെയല്ല വില്യത്തിൻ്റെ ഫയൽ നോക്കിയപ്പോൾ ഇവൾ കണ്ടേ വില്യം സ്വതവേ വന്നിട്ട് സറണ്ടർ ആയതാണ്. അവന് ചികിത്സ വേണ്ടെന്ന് തോന്നുവാണെങ്കിൽ അവൻ വരത്തില്ലല്ലോ. അപ്പോൾ അവൾ വിചാരിക്കും തുറക്കാമെന്നുള്ള രീതിയിൽ പോകും. ചെന്നിട്ട് ഡയൽ ചെയ്യും 637-366 അതടിക്കും. ഇവൾ പ്രതീക്ഷിക്കുന്ന ഒരു വലിയ സൗണ്ട് അത് തുറക്കുന്ന, പക്ഷേ അത് തുറക്കില്ല, ഒരു ബസ് സൗണ്ട് മാത്രം. ആൻഡ് അവൾ ഫോണിൽ റീചെക്ക് ചെയ്യും, ഈ പാസ്വേഡ് തെറ്റിയാന്ന് പറയും. പക്ഷേ പാസ്വേഡ് കറക്റ്റാണ്, പക്ഷേ അത് ബസ് ചെയ്യുന്നതേ ഉള്ളൂ, തുറക്കുന്നില്ല. അതുകൂടി ആകുമ്പോഴത്തേനും അവൾ കിളി ശരിക്കും പോകും. അപ്പോൾ അവൾ തിരിഞ്ഞ് വില്യത്തിനടുത്ത് പറയും നീ പൊക്കോ, ഞാൻ റയാനായിട്ടൊന്ന് അന്വേഷിച്ചിട്ട് വരാമെന്നുള്ള രീതിയിൽ തിരിഞ്ഞ് പറയും. വില്യം നോക്കി ഞാൻ ഇത്ര പറഞ്ഞിട്ട് നിനക്ക് റയാനെ വിശ്വാസമാണ് എന്ന് അവളടുത്ത് ചോദിക്കും. അവൾ പറയും ഇല്ല ഞാൻ അന്വേഷിക്കട്ടെ എന്ന് പറയും. വില്യം മനസ്സിലാക്കാൻ പോകുന്നത് വെച്ചാൽ വേറെ ഓപ്ഷൻ ഇല്ലാത്തതാണ് റൂമിലോട്ട് തിരിച്ചു. ഇവരിങ്ങനെ സ്റ്റാഫ് ലോഞ്ചിലോട്ട് അടുത്ത് പോകുമ്പോൾ റയാൻ ഇങ്ങോട്ട് വരുന്നതായിരിക്കും കാണുന്നത്. അപ്പം അവൾ ചോദിക്കും നീ അവിടുത്തെ ബ്ലഡ് മാറ്റി നീ എന്ന് പറയുന്നത് ചോദിക്കും. അവളുടനെ ഒച്ചത്തി പിച്ച് കൂട്ടിയിട്ട് ചോദിക്കും ബ്ലഡാ, ഞാൻ മാറ്റിയത് ബ്ലഡല്ല സ്ട്രോബെറി ജെല്ല അവിടെ ഇങ്ങനെ കിടപ്പുണ്ടായിരുന്നു, ബാക്കി മീക്കേലിനെ കയറ്റിയുടെ ബാക്കി. അപ്പോൾ ഞാനത് ചെന്ന് ക്ലീൻ ആക്കിയായിരുന്നു ഇങ്ങനെ പറയും. എന്നിട്ട് ഓക്കെ ക്യാമറ പിന്നെ നിനക്ക് നോട്ട് എന്നാന്ന് പറഞ്ഞില്ലേ, അതെന്ത് ചെയ്യാമെന്ന് കാണിക്കാമെന്ന് പറഞ്ഞു ചോദിക്കുമ്പോൾ പറയും ഇല്ലടാ അത് ഞാൻ വായിച്ചിട്ടത് അടുത്ത് ഡസ്റ്റ്ബിനെല്ലാം കാണുന്നുള്ള രീതിയിൽ എന്നെ ഭയങ്കര തട്ടി കളയുന്ന രീതിയിൽ പറയും. ആൻഡ് പിന്നെ ഒരു കാര്യം ചോദിക്കും എനിക്കൊന്ന് ക്യാമറനെ വിളിച്ചാൽ കൊള്ളാമെന്നുണ്ട് എന്നുള്ള രീതിയിൽ സംസാരിക്കും. അപ്പം എനിക്കൊന്ന് ഫ്രഷ് എയർ കിട്ടിയാലും കൊള്ളാമെന്നുണ്ട്, എനിക്കതൊന്ന് തുറന്നു തരുമോ എന്നുള്ള രീതി ചോദിക്കും. അപ്പോൾ ഇവൾ പറയും അത് പറ്റത്തില്ലോടാ, കറണ്ട് പോകുമ്പോൾ ഉറപ്പായിട്ടും ഈ പാസ്വേഡ് എല്ലാം റീസെറ്റ് ആവും, അപ്പോൾ നമുക്ക് രാവിലെ വരെ സ്റ്റാഫ് വരുന്നവരെ വെയിറ്റ് ചെയ്യാൻ പറ്റും, പുറത്തുനിന്ന് അത് തുറക്കാൻ പറ്റും എന്നുള്ള രീതി ഒരു ബോംബ് അങ്ങോട്ട് പൊട്ടിക്കും. അപ്പോൾ ഇവിടെ ഒരു ഫയർ ഉണ്ടായാൽ നമ്മൾ ഇവിടെ എല്ലാം കിടന്ന് ചാവുന്നാണ് നീ പറയുന്നതിനുള്ള രീതി നോക്കും. എന്നിട്ട് നമ്മൾ പറയും അങ്ങനെ ഉണ്ടാവാൻ സാധ്യതയില്ല, ഇനി ഉണ്ടാവുകയാണെങ്കിൽ ചിലപ്പോൾ എന്ന് പറഞ്ഞിട്ട് അവളിങ്ങനെ നിൽക്കുക. പിന്നെ ഒന്നും ചോദിച്ചില്ല. അപ്പോൾ നമ്മളെന്താ വില്യത്തിൻ്റെ റൂമിലോട്ട് തന്നെ തിരിച്ചു പോകും. എൻ്റെ വില്യത്തിൻ്റെ സംഭവിച്ച കാര്യം പറയുമ്പോൾ വില്യം ചോദിക്കും സ്ട്രോബെറി ജെല്ല, അത് പിന്നെ അങ്ങനെ തന്നെ വരും സ്ട്രോബെറി ജെല്ല എന്ന് ഞാൻ പറയും അവളുടെ അടുത്ത്, പിന്നെ കളിയാക്കി പറയുന്നത്. എന്നിട്ട് പിന്നെ അവൾ പറയും എനിക്ക് എന്നാ ഒന്ന് കിടന്നാൽ കൊള്ളുന്നുണ്ട് ഞാൻ പോവാം എന്ന് പറഞ്ഞ് പറയും. അപ്പോൾ എന്താ വലിയ അവളുടെ പറയും നീ എനിക്ക് പ്രോമിസ് ചെയ്യണം, നീ കെയർഫുൾ ആയിട്ടിരിക്കും എനിക്ക് പ്രോമിസ് ചെയ്യാൻ പറയും. അപ്പോൾ അവൾ പ്രോമിസ് ചെയ്യും. എന്നിട്ട് ഇറങ്ങിപ്പോയിട്ട് പേഷ്യൻ ലോഞ്ച് ചെല്ലും. പേഷ്യൻ ലോഞ്ചായിട്ട് അറ്റാച്ച് ചെയ്തൊരു ബാത്റൂം ഉണ്ട്. അപ്പോൾ അവിടെ കയറിയിട്ട് മുഖം ഒന്ന് വെള്ളം തളിച്ചൊന്ന് കഴിയും. അവിടെ കണ്ണാടി നോക്കുമ്പോൾ അവൾ തന്നെ ഞെട്ടിപ്പോൾ ഒരുമാതിരി അത്ര മെസ്സിയായി, മുഖത്താണെങ്കിൽ ഉറങ്ങാതിരുന്നിട്ട് കണ്ണിൽ ഇങ്ങനെ പർപ്പിൾ ഇത് വരത്തില്ല, അങ്ങനെ വന്ന് നടപ്പുണ്ട്. ചുമ്മാ അല്ല ഈ കാണുന്നവരെല്ലാവരും ഇവിടെ പോയി ഉറങ്ങുമെന്ന് പറയുന്നത് നമുക്കിപ്പോൾ മനസ്സിലായി. അത് കഴിഞ്ഞിട്ട് ഇവൾ അവിടെ നിന്ന് ഇറങ്ങും. ആ കൗച്ചിൽ കുറച്ച് നേരം ഇരിക്കാമെന്ന് വെച്ചാൽ അവിടെ ഇരിക്കുമ്പോൾ ഇവിടെ കണ്ണിങ്ങനെ അടഞ്ഞു പോകുന്ന പോലെ തോന്നും. പക്ഷേ ഇങ്ങനെ അടയും തോറും ദൂരെ നിന്ന് എന്തോ ഇങ്ങനെ ഫുഡ് സ്റ്റെപ്സിൻ്റെ സൗണ്ട് കേൾക്കും. കുറേ കഴിയുമ്പോഴത്തേന് അടുത്തടുത്ത് വരുന്ന തോന്നുമ്പോൾ ചാടി എണീച്ചിട്ട് അവിടെ ഇരുന്നിട്ട് അവൾ എല്ലായിടത്തോട്ടും നോക്കുകയാണ് ആരാ വരുന്നത്. പക്ഷേ ഇവർക്ക് ആരാ ഒന്നും കാണാൻ പറ്റുന്നില്ല. ഒന്നുകിൽ ആ വരുന്ന ആക്കി ഇവൾ കാണാമെന്നില്ലായിരിക്കും എന്നൊക്കെ വിചാരിച്ച് ഇങ്ങനെ ഇരിക്കുമെങ്കിലും ഇതെല്ലാം സംബന്ധിച്ച് ഉറങ്ങത്തില്ലായിരിക്കും ഒരു ഉറപ്പുണ്ട്. പക്ഷേ അവളെ കണ്ണിങ്ങനെ അടഞ്ഞു പോകണം. ഒരു സമയത്ത് അവൾ ഉറങ്ങും. കുറച്ച് കഴിഞ്ഞാൽ എണീക്കുമ്പോൾ മുമ്പിൽ ആരും നിൽക്കുന്ന പോലെ തോന്നും.
ഇങ്ങനെ തെളിഞ്ഞ് വരുന്നവർക്ക് പെട്ടെന്ന് ഞെട്ടി എണ്ണിക്കൽ. അപ്പോൾ ഇങ്ങനെ പോക്കറ്റിൽ ഇങ്ങനെ കൈ വെക്കും. നീരി കൊടുത്ത് ഞെട്ടിങ്ങിട്ടില്ല, അതിൻ്റെ പുറത്തേക്ക് കൈ വെച്ച് ഇങ്ങനെ നോക്കുമ്പോഴായിരിക്കും സ്പൈഡർ ആയിരിക്കും. സ്പൈഡർ എന്താ ഇങ്ങനെ സ്പൈഡർമാൻ നിൽക്കുന്ന നിൽക്കില്ല, കാല് രണ്ട് ദൂരത്ത് വെച്ച് കൈ ഇങ്ങനെ ഇടുപ്പിൽ വെച്ച് അവളെ പ്രൊട്ടക്ട് ചെയ്യുന്ന നിൽക്കുമായിരിക്കും. എന്നിട്ട് ഇങ്ങനെ ചോദിക്കും എന്ത് പറ്റുന്നതെന്ന് ചോദിക്കുമ്പോൾ സ്പൈഡർ പറയും ഇന്ന് നിന്നെ ഞാൻ പ്രൊട്ടക്ട് ചെയ്യാൻ, ഞാൻ ഇനിയും കടന്നോ, എത്ര നേരം കിടന്നാലും ഞാൻ നിന്നെ പ്രൊട്ടക്ട് ചെയ്യും. എന്നാൽ ഇവിടെ നോക്കി ആരുടെ കയ്യിൽ ഈ ഡേമൻ സോയറിൻ്റെ കയ്യിൽ നിന്ന് ഇങ്ങനെ പറയും. അപ്പോഴത്തേനും ഇവിടെ സാധാരണ കുറച്ച് മുമ്പായിരുന്നു ഇവിടെ ഞെട്ടിത്തിരിച്ചിരുന്നത്, പക്ഷേ ഇപ്പോൾ കുറച്ച് ഉറക്കം കിട്ടുകൊണ്ട് അവൾ പറയും ഇല്ല ഡേമൻ സോയറസ് എൻ്റെ റൂം, നീ പേടിക്കണ്ടെന്ന് ഇങ്ങനെ പറയുമ്പോൾ അവൻ പറയും ഇല്ല അയാളെ ഞാൻ കണ്ടായിരുന്നു, അയാൾ എപ്പോഴേ പുറത്തിറങ്ങി എന്ന് പറഞ്ഞ് ഇങ്ങനെ പറയും. അപ്പോഴത്തേനും ഇവിടെ ഞെട്ടിപ്പോൾ എൻ്റെ ദൈവം എന്നുള്ള അങ്ങനെ പറഞ്ഞ് ഇവളിങ്ങനെ ഞെട്ടി എണ്ണിക്കുമ്പോൾ ഇവൾക്കൊന്നും ഞെട്ടാനുള്ള സമയം കൊടുക്കാതെ അവിടെ ഇങ്ങനെ ഒരു വുമൻ്റെ സ്ക്രീമിങ് ഭയങ്കരമായിട്ട് മുഴങ്ങും. പെണ്ണ് കിടന്ന് ഭയങ്കരമായിട്ട് നിലവിളിച്ചായിരുന്നു തോന്നും. നോക്കുമ്പോൾ ആരാ മേരി കമ്മിങ്ടൺ ഇല്ലേ, മറ്റേ അമ്മ അമ്മ കിടന്ന് കരയുന്നത്. ഇങ്ങനെ കിടന്ന് കാർ വരും ഡേമൻ സോറിന്ന് വരും, ഡേമൻ സോറിന്ന് എല്ലാവരും കൊല്ലും, ഞാൻ അവനെ കണ്ട് അവൻ എൻ്റെ അടുത്ത് പറഞ്ഞ് എല്ലാവരും കൊല്ലുന്നു. അതിങ്ങനെ പറഞ്ഞിങ്ങനെ ഭയങ്കര ഒത്തിരി കാറിക്കൊണ്ടിരിക്കുക. ആൻഡ് ഇവളിങ്ങനെ ഭയങ്കര സ്ട്രോങ് ആയിട്ടായിരിക്കും നിറ്റിംഗ് വീട്ടിൽ പിടിച്ചിരിക്കുന്നത്. അപ്പോൾ റയാനെ കുറച്ച് കഷ്ടപ്പെട്ടിട്ടാൽ അത് താഴെ കളിക്കും. ಅಂದರೆ അതിങ്ങനെ ഉരുണ്ട് പോകുമായിരിക്കും. ഡോക്ടർ വെക്കും റയാനെ കൂടി കഷ്ടപ്പെട്ടിട്ടായാലും മേരിനെ ഇങ്ങനെ പിടിച്ച് റൂമിലോട്ട് കൊണ്ടുവരാൻ നോക്കും. അപ്പം മേരി ഇങ്ങനെ നോക്കുമ്പോൾ ഇവളെ കാണും, എമീനെ ഇങ്ങനെ ദൂരെ നിൽക്കുന്നതാണ്. ഒരു എമീനെ നോക്കിയിട്ട് പറയും എമി യു ഹാവ് ടു സ്റ്റോപ്പ് ദം എന്ന് പറഞ്ഞാൽ അവളുടെ അടുത്ത് ഇങ്ങനെ സ്പെസിഫിക് ആയിട്ട് പറയും നീ അവനെ നിർത്തണം, നീ അവനെ നിന്നെ കൊണ്ടത് പറ്റുന്ന രീതിയിൽ ഇങ്ങനെ അവളുടെ അടുത്ത് നോക്കി പറയും. അപ്പോഴത്തേനും എന്താ ഈ ഡോക്ടർ വെക്ക് അവളെ കൊണ്ടുവന്ന് റൂമിൽ കടത്തിയിട്ട് ഈ മരുന്ന് വെക്കും. മരുന്ന് വെച്ചിട്ട് ഉറങ്ങാനുള്ള മരുന്ന് വെക്കും. അന്നേരം ഇവളിങ്ങനെ വായിച്ചിട്ടുണ്ട് ഈ മരുന്ന് പ്രായമായവർക്ക് അങ്ങനെ കൊടുത്തുവിടാന്നുണ്ട്. അന്നേരം ഇവളിങ്ങനെ ഡോക്ടർ വെക്കിനെ ചോദിച്ചിട്ട് ഡേഞ്ചറസ് അല്ലെന്ന് ചോദിക്കും. അന്നേരം അവൻ പറയാം ഇത്ര ആളുകൾ കൊടുത്താൽ കുഴപ്പമില്ല എന്ന് പറഞ്ഞിട്ട് ഇവിടെ ഇങ്ങനെ പറഞ്ഞു വിടാൻ നോക്കും. ഇവിടെ പെട്ടെന്ന് തിരിയുമ്പോൾ എന്താ ജെയ്ഡും വില്ലും കൂടി ഒരുമിച്ച് നിൽക്കണം. ഇവളിങ്ങനെ പുറത്തെ കണ്ണില്ലേ, നമ്മൾ നേരെ നോക്കുന്നില്ല പുറത്തെ കണ്ണിൽ കാണത്തില്ല, അങ്ങനെ കാണുന്നുണ്ട്. അന്നേരം ഇവിടെ പെട്ടെന്ന് അങ്ങോട്ട് നോക്കുമ്പോഴത്തേന് ജെയ്ഡ് ഇവൻ്റെ വില്ലിൻ്റെ ഷോൾഡറിലായിരിക്കും കൈ വെച്ചിരിക്കുന്നത്. അപ്പോൾ കൈ പെട്ടെന്ന് ഇങ്ങനെ വലിച്ച് നേരെ നിൽക്കുന്ന പോലെ തോന്നും. അപ്പോൾ ഇവളിങ്ങനെ കണക്ട് ചെയ്ത് നോക്കുമ്പോൾ എന്താ വില്ലും ജെയ്ഡും വന്ന സെയിം ദിവസം. ആൻഡ് ഇനി ചിലപ്പം വില്ലായിരിക്കുമോ ജെയ്ഡിൻ്റെ ബോയ് ഫ്രണ്ട് എന്ന് എനിക്ക് തോന്നും.